നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും ഒരു വിവാഹം കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് എനിക്ക് മക്കൾ വേണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രായമുള്ള വാപ്പയും ഉമ്മയും കഷ്ടപ്പെട്ടു മക്കളെ വളർത്തുന്നത്, അല്ലാഹുവേ അവൻ സ്വാലിഹാകണം, അവൻ നന്നാകണം, ഇവനൊരു നല്ല മകനാകണം, ഒരു നല്ല മകളാകണം, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സന്തതിയാകണമെന്ന വല്ലാത്ത പ്രതീക്ഷയോടെ മക്കളെ ഓരോ മാതാപിതാക്കളും വളർത്തുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ്. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബുൻ വ ഖൈറുൻ അമലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരായത്ത്, ഒരു ഖുർആനിന്റെ ഒരു ഭാഗത്ത് അല്ലാഹു ഇങ്ങനെ പറയുകയാണ്. എന്തേ പറയുന്നതെന്നറിയുമോ? സമ്പത്തും സന്താനങ്ങളും അനുഗ്രഹമാണ്, സമ്പത്തും സന്താനങ്ങളും അനുഗ്രഹമാണ്, ഒരു മനുഷ്യന്റെ സന്തോഷമാണ്, ഒരു മനുഷ്യന്റെ വിജയമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മക്കൾ അനുഗ്രഹമാണെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ഭാഗത്ത് അല്ലാഹു പറയുമ്പോ അതേ ഖുർആനിൽ തന്നെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുകയാ, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ ഒരു ഭാഗത്ത് സമ്പത്തും മക്കളും അനുഗ്രഹമാണെന്ന് പറയുമ്പോ അതേ ഖുർആൻ തന്നെ പറയുന്ന മറ്റൊരു സ്ഥലത്ത് ഒരു മനുഷ്യന്റെ നാശം അവന്റെ മക്കളാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാതിരാത്രി പടച്ചറപ്പേ ഇൽമിന്റെ വഅദിന്റെ സദസ്സിലേക്ക് ഒഴുകിയെത്തി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, അല്ലാഹുവേ നമ്മളും കാണുന്നവരാ, ഖുർആനിന്റെ ഈ ആയത്ത് നമ്മൾ കാണുന്നവരാണ്. ഒരു സ്ഥലത്ത് അല്ലാഹുവേ മക്കള് കാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കളുണ്ട്, മക്കള് കാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കള്. എങ്കിലും മറു സൈഡിൽ ചില മാതാപിതാക്കളുണ്ടല്ലോ, ചില മക്കൾ അല്ലാഹുവേ, ചില ഉമ്മയും വാപ്പയും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചറപ്പേ എന്റെ പൊന്നുമോന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, എന്റെ പൊന്നുമോന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ തന്റെ പൊന്നാര മകന് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ഒരു സമാധാനമില്ലാതെ പടച്ചവനെ ഒന്നിരിക്കാൻ കഴിയാതെ ഉറക്കം വരാതെ മാതാപിതാക്കളെ തന്റെ പൊന്നുമക്കളെ കാത്തിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മറ്റൊരു ഭാഗം നോക്കുമ്പോ അല്ലാഹുവേ മാതാപിതാക്കള് പടച്ച റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാ എന്തിനാ പടച്ചവനെ ഇങ്ങനെ ഒരുത്തനെ തന്നത്? എന്തിനാ പടച്ചവനെ? അല്ലാഹുവേ ഉമ്മയും വാപ്പയും അല്ലാഹുവോട് തന്നെ ചോദിക്കുകയാ, എന്തിനാ അല്ലാ ഇങ്ങനെ ഒരുത്തനെ എനിക്ക് തന്നത്? രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പൊന്നുമോര് അവൻ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ. അല്ലാഹുവേ പടച്ചവനെ മക്കള് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന, തന്റെ മക്കള് നന്നാകണമെന്ന് ദുആ ചെയ്യേണ്ട നാവ് കൊണ്ട് ഇവൻ നശിച്ചു പോകട്ടെ, ഇവൻ മുടിഞ്ഞു പോകട്ടെ എന്നല്ലാഹുവേ തന്റെ മക്കൾക്കെതിരെ ദുആ ചെയ്യുന്ന മാതാപിതാക്കളുമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ മാതാപിതാക്കൾക്ക് ഒരു വിലയും നൽകാത്ത മക്കളുടെ കാലമാണല്ലോ. പടച്ചവനെ പണം കിട്ടിക്കഴിയുമ്പോ, സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കിട്ടിക്കഴിയുമ്പോ അല്ലാഹുവേ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന മക്കളുണ്ടല്ലോ, മാതാപിതാക്കളോട് മിണ്ടാത്ത മക്കളുണ്ടല്ലോ, രോഗം പിടിച്ച ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്ന് തെള്ളുന്ന മക്കളുടെ കാലമല്ലേ. എന്റെ പ്രിയമുള്ളവരെ, സ്കൂളിൽ പഠിക്കുന്ന യുവതലമുറയുണ്ടല്ലോ, തന്റെ കൂട്ടുകാരോട് പ്രായമുള്ള ഉമ്മയെ കാണിച്ചിട്ട്, പ്രായമുള്ള വാപ്പയെ കാണിച്ചിട്ട് ഇതെന്റെ മാതാപിതാക്കളാണെന്ന് പറയാ മക്കള് മടിക്കുന്ന ഒരു കാലത്തുകൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ട ഒരു ചരിത്രമുണ്ട്. ഈ കഴിഞ്ഞ വലിയ പെരുന്നാളിന് നമ്മളെല്ലാവരും ഒരു കുടുംബത്തെ കുറിച്ച് കേട്ടു. അല്ലാഹുവേ ഏത് കുടുംബത്തെ കുറിച്ചെന്നറിയുമോ? പരിശുദ്ധമായ മക്കയിലേക്ക് കോടാനുകോടി ലക്ഷക്കണക്കിന് ജനങ്ങള് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു കുടുംബത്തെ ഓർക്കാതെ ഒരു മനുഷ്യനും തിരിച്ചു വരാൻ കഴിയില്ല.
അള്ളാഹുവിന്റെ മക്കയിലേക്ക് പരിശുദ്ധ കഅബയിലേക്ക് ചെന്നിട്ട് ഒരു വാപ്പയെയും ഉമ്മയെയും മകനെയും കുറിച്ച് ചിന്തിക്കാതെ അവര് തന്നെയാണല്ലോ, അവരുടെ സ്മരണ തന്നെയാണല്ലോ ഇബ്രാഹിം നബിയെയും ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും ഈ ഭാര്യ ഭർത്താവിനെയും മകനെയും ഓർക്കാതെ ഒരു മനുഷ്യനും മക്കയിൽ നിന്ന് മടങ്ങി വരാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മക്കളാരെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു മകനെ കുറിച്ച് പറഞ്ഞു തരികയാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ഉപ്പമാരോട്, ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, ചെറുപ്പക്കാരോട്, മക്കളെ, ഖുർആൻ പറഞ്ഞ മകനേതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ اصطفى لآدم ونوح وآل إبراهيم. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു, നൂഹ് നബി അലൈഹിസ്സലാമിനെയും അള്ളാഹു തെരഞ്ഞെടുത്തു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വആല ഇബ്രാഹീം, ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തു എന്നല്ല പറഞ്ഞത്, ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ തെരഞ്ഞെടുത്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഏത് കുടുംബമെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഇബ്രാഹിം നബി എന്നറിയുമോ? ഇബ്രാഹിം നബിയുടെ ചരിത്രം ഈ മുസ്ലിമീങ്ങൾക്ക് മറക്കാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹാ രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. ഒരുപാട് നാളുകളായി മക്കളില്ല, രണ്ടുപേർക്കും പ്രായമായിരിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, മക്കളെ കിട്ടാൻ ദുആ ചെയ്യുകയാണ്. എന്നിട്ടും മക്കളെ കിട്ടാതെ വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹാ അവന്റെ ഭർത്താവായ ഇബ്രാഹിം നബിയോട് അവിടുന്ന് പറയുന്നു, നബിയേ, ഇനി ഞാൻ പ്രസവിക്കുമെന്ന് തോന്നുന്നില്ല നബിയേ, എനിക്കൊരുപാട് പ്രായമായല്ലോ, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം നബിയേ. ഒരു ഭാര്യ ഭർത്താവിനോട് മറ്റൊരു വിവാഹം കഴിക്കാൻ പറയുകയാ. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. ആ വിവാഹത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായാ അത് എന്റെ കുഞ്ഞ് തന്നെയല്ലേ നബിയേ, എനിക്കവനെ സ്നേഹിക്കാൻ കഴിയുമല്ലോ. ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, സാറാ, എങ്കിൽ നീ തന്നെ ഒരു പെണ്ണിനെ കാണിച്ചതാ. ആരെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത്? നീ തന്നെ കാണിച്ചതാ സാറാ. സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാ. ആരെയാ കാണിച്ചു കൊടുത്തത്? മഹദി ഹാജറ. ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയാ, ഇബ്രാഹിം നബി ഹാജറ ബിയെ വിവാഹം കഴിച്ചു. അവിടുന്ന് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്, ഒരു പെണ്ണുമോനെ ജനിക്കുകയാണ്. ഇസ്മായിൽ എന്ന് പേരിടുകയാ. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ച് തന്റെ ചോര കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു ഇബ്രാഹിം നബി. വന്നിട്ട് പറയുന്നു, ഹാജറ, യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തോ? പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയോട് പറയുകയാണ്, ചോര കുഞ്ഞിനെയും എടുത്തിട്ട് യാത്രയ്ക്ക് തയ്യാറെടുത്തോ? ഹാജറ ചോദിച്ചു, എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചില്ല. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു, ഞാൻ പ്രസവിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞില്ല. ഒരുങ്ങാൻ പറഞ്ഞു, ആ സാലിഹത്തായ പെണ്ണനുസരിക്കുകയാണ്. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു, ആ പെണ്ണൊരുങ്ങുകയാണ്. തന്റെ ചോര കുഞ്ഞിനെ എടുത്തു. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു പോവുകയാണ്. അവസാനം യാത്ര ചെയ്ത് മക്കയിലെത്തിയിട്ട്, പടച്ചവനെ, സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകളുണ്ടല്ലോ. അല്ലാഹുവേ, ജനവാസമില്ലാത്ത ഒരു പറവ് പോലും പറന്നു പോകാത്ത, ഒരു പറവ് പോലും ഇല്ലാത്ത, ഒരു മനുഷ്യനില്ലാത്ത രണ്ട് മലകൾക്ക് നടുവിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ചോര കുഞ്ഞിനെയും അതാ ഇബ്രാഹിം നബി ഇറക്കി വിട്ടിട്ട് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള കാരക്കയും കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നടക്കുകയാ. സാറാ ബീവി ഇങ്ങനെ അതാ ഹാജറ ബീവി അത്ഭുതത്തോടെ നോക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ മിണ്ടാതെ നടന്നു പോവുകയാ. ഹാജറ ബീവി ചോദിച്ചു, നബിയേ,
അള്ളാഹുവിന്റെ കൽപ്പനയാണോ അതോ സ്വന്തം തീരുമാനമാണോ? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടുന്ന് പറയുന്നു, ഹാജറ, ഇത് എന്നെ പടച്ച റബ്ബിന്റെ തീരുമാനമാ ഹാജറ. തന്റെ തോരക്കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഹാജറ പറഞ്ഞു, ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ, എങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ പൊക്കോ. എന്നെയും എന്റെ കുഞ്ഞിനെയും നോക്കാൻ അള്ളാഹുവിനറിയാ, എന്നെയും എന്റെ കുഞ്ഞിനെയും നോക്കാൻ അള്ളാഹനറിയാ. എന്റെ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി നടന്നു പോവുകയാ. കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളരുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളരുകയാണ്. വാപ്പ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ വളർന്ന് ചരിത്രം പറയുന്നു. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മടങ്ങി വരികയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിൽ, മകന്റെ മുന്നിലേക്ക് അതാ വർഷങ്ങൾ കഴിഞ്ഞു മടങ്ങി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ തന്റെ മകന്റെ കൂടെ കൂടിയിട്ട് വല്ലാത്ത സന്തോഷമാ. വാപ്പയും മകനും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബിക്ക് 10 വയസ്സിന്റെ താഴെയാണ് പ്രായം, ചരിത്രം പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം രാവിലെയുണ്ടല്ലോ, ഇബ്രാഹിം നബി തന്റെ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, മോനെ ഇസ്മായിലേ, അള്ളാഹു പറഞ്ഞിരിക്കുകയാ നിന്നെ അറുത്തു കൊടുക്കാൻ. ഇന്നലെ വാപ്പ ഒരു സ്വപ്നം കണ്ട പൊന്നുമോനെ, അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുകയാ. നിന്റെ അഭിപ്രായം എന്താണെന്ന് വാപ്പ തന്റെ പൊന്നുമകനോട് ചോദിക്കുമ്പോ ആ മകൻ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോട് അവിടെന്ന് പറഞ്ഞ മറുപടി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. വാപ്പയോട് തന്റെ പൊന്നാര 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമൂര് അവിടുന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു, വാപ്പാ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണേ വാപ്പാ, അള്ളാഹു പറയുന്നത് അനുസരിക്കുക വാപ്പാ. വിധിയുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. തന്റെ വാപ്പയെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, തിന്നെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് തന്റെ പൊന്നുമോനെ അറുക്കുന്നതിന് വേണ്ടി വാപ്പ തയ്യാറെടുക്കുമ്പോ, തന്റെ പൊന്നുമോനെ അറുക്കുന്നതിന് വേണ്ടി വാപ്പ തയ്യാറെടുക്കുമ്പോ ആ പൊന്നുമോൻ ഉപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ, എനിക്ക് 4 വസിയത്തുണ്ട് വാപ്പാ. ആ 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമോനോട് വാപ്പ ചോദിച്ചു, എന്തേ മോനെ, എന്തേ നിനക്ക് അവസാനമായി വസിയത്ത് ചെയ്യാനുള്ളത്? അവിടുന്ന് പൊന്നുമോൻ ഉപ്പാരോട് പറയുന്ന, ഉപ്പാ, എന്നെ മലർത്തി കിടത്തിയിട്ട് കഴുത്തില് കത്തിവെച്ചറുക്കല്ലേ, എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് എന്റെ പിരടിയിലെ കത്തിവെച്ചറുക്കാൻ പാടുള്ളൂ. അത്ഭുതത്തോടെ ഇബ്രാഹിം നബി ചോദിച്ചു, മോനെ, കാരണമെന്തേ? അവിടെന്ന് പറഞ്ഞു കൊടുത്തു, വാപ്പാ, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അറുക്കുന്നതിന് വേണ്ടി കഴുത്തിലേക്ക് കത്തിയെടുത്ത് വെക്കുമ്പോ എന്റെ മുഖമെങ്ങാനും കണ്ട നിങ്ങളെ കൊണ്ടറുക്കാ കഴിയില്ല വാപ്പാ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാ കഴിയില്ല. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് പിരടിയിലെ കത്തിവെച്ചറുക്കാൻ പാടുള്ളൂ. രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നു, വാപ്പാ, എന്റെ കയ്യും കാലും കെട്ടിയിടണേ വാപ്പാ, എന്റെ കയ്യും കാലും കെട്ടിയിടണം. എന്തിനാ മോനെ, എന്തിനാ മോനെ? വാപ്പാ, നിങ്ങൾ എന്റെ കഴുത്തിൽ കത്തിവെച്ചറക്കുമ്പോ എനിക്ക് വല്ലാതെ വേദനിക്കുമല്ലോ. എന്റെ കൈകാലുകളിട്ടടിച്ചാ ഉപ്പയുടെ കൈവിറയ്ക്കും ഉപ്പാ, നിങ്ങളെ കൊണ്ടറുക്കാൻ കഴിയില്ല. മൂന്നാമതായിട്ട് പറയുന്ന, ഉപ്പാ, ഞാൻ ധരിച്ചിരിക്കുന്ന എന്റെ വസ്ത്രം എന്റെ ഉമ്മാനെ കാണിക്കല്ലേ, എന്റെ ഉമ്മാനെ സഹിക്കൂല, എന്റെ ഉമ്മാടെ മനസ്സ് വേദിക്കും. നാലാമതായിട്ട് ഇസ്മായിൽ എന്ന ചെറിയ പയ്യന് വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പാ, എന്നെ അറുത്തിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോ എന്റെ ഉമ്മയോട് എന്റെ സലാം പറയടേ.
എന്റെ ഉമ്മാനെ നാളെ സ്വർഗത്തിൽ വെച്ച് കാടാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണേ എന്ന് അറുക്കാൻ കൊണ്ടുപോകുന്ന വാപ്പയോടൊരു പൊന്നുമോ പറഞ്ഞു കൊടുത്ത ചരിത്രം കേൾക്കുമ്പോ ഏതൊരു വാപ്പയുടെയും മനസ്സിന്റെ ഉള്ളില്, ഏതൊരു ഉമ്മയുടെയും മനസ്സിന്റെ ഉള്ളില് അറിയാതെ ദുആ ചെയ്യുന്നു, അല്ലാ ഇതുപോലെ ഒരു മകന്, ഇതുപോലെ ഒരു കുഞ്ഞിന് എനിക്ക് നീ തരണേ അല്ലാ. അറിയാതെ റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി പറയുകയാ, എപ്പോഴും ദുആ ചെയ്യുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സാലിഹായ മക്കളെ നമുക്ക് വേണം, നന്മയുള്ള മക്കളെ നമുക്ക് വേണം, നമ്മളെ സ്നേഹിക്കുന്ന മക്കളെ നമുക്ക് വേണം, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ നമുക്ക് വേണം. നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന, ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സഹാബാ, ഒരു മനുഷ്യന് മരണപ്പെട്ട 3 കാര്യങ്ങളെ പ്രയോജനം ചെയ്യൂ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങളെ പ്രയോജനം ചെയ്യൂ. 1 ആ മനുഷ്യൻ ചെയ്ത സൽക്കർമ്മം, 2 ആ മനുഷ്യൻ കൊടുത്ത സദഖയുണ്ടല്ലോ, 3 മക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ, മക്കളുടെ വില മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ഒരേ ഒരു ഹദീസ് മതി. 3 അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരിച്ച 6 അടി മണ്ണിനകത്ത് കൊണ്ടുവച്ച ഒരു മനുഷ്യന് പിന്നെ പ്രയോജനം ചെയ്യുന്ന 3ാമത്തെ കാര്യം ഏതെന്നറിയുമോ? സാലിഹായ ദുആ ചെയ്യുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ എന്തേ പറഞ്ഞത്? മരിച്ചുപോയ ഒരു മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന 3ാമത്തെ കാര്യം സാലിഹായ മക്കളെന്നല്ല പറഞ്ഞത്, സാലിഹായ മക്കൾ എന്നല്ല പറഞ്ഞേ. സാലിഹായ മക്കളുണ്ട്, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, വയല് പറയും, വയല് കേൾക്കും, സദക്ക കൊടുക്കും, എല്ലാ നല്ല കാര്യവും ചെയ്യും. ഉമ്മാനെയും വാപ്പാനെയും പള്ളിക്കുഴി കൊണ്ടുവച്ചാ പിന്നെ പരിസരത്തോട്ട് പോകത്തില്ല. ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് പ്രയോജനമില്ല. വാപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവരോടുള്ള ബന്ധം കഴിഞ്ഞു. അങ്ങനെയല്ല. റസൂലുള്ളാഹി പറഞ്ഞു, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ, സാലിഹായ മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കൾ, അതാണ് മക്കളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം അങ്ങനെയുള്ള മക്കളാകണം ഞാനും നിങ്ങൾ. ഇപ്പം ചോദിക്കും, നിങ്ങളൊക്കെ വളർന്നു, നിങ്ങൾക്കും മക്കളായി, പക്ഷെ നിന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്ക് നീ എത്ര വളർന്നാലും മക്കൾ തന്നെയല്ലേ? എത്ര വളർന്നാലും നിന്റെ മാതാപിതാക്കൾക്ക് നീ മക്കളാ. അപ്പൊ നീയും നന്നാകണം, നിന്റെ മക്കൾ നന്നാകണം. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി മാറാകട്ടെ. അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. സാലിഹായ മക്കളാകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കും. സാലിഹായ മക്കള് അൽഹംദുലില്ലാഹ്, പെണ്ണുങ്ങളൊന്നും പൊക്കൂല, വേറെ വല്ല കാര്യത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ ചാടി കയറി എഴുന്നേറ്റ് നിന്നേ. നീ സാലിഹായ നിനക്കോള, നീ ചെയ്ത നിന്റെ മക്കള് നിന്നോട് ചെയ്യും, നീ ചെയ്തില്ലേ നിന്റെ മക്കളും അത് തന്നെ കാണിക്കും. അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്, ആ പറയുന്ന കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് നല്ല മക്കളെ കിട്ടത്തുള്ളൂ. അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന്, എല്ലാവരും നേരെ ഇരിക്കും. എല്ലാവരും നേരെ ഇരുന്നേ. ചെളിയിലായിരിക്കുന്നത്, കാല് പൊതയണ്ട, എല്ലാവരും നേരെ ഇരിക്കും. ഇങ്ങനെ ചാരി ഇരിക്കുമ്പോ ഉറക്കം വരും. ഇങ്ങനെ ചാരി ഇരിക്കുമ്പോ ശൈത്താൻ അടുത്ത് വന്നിട്ട് അളിയാ ഉറങ്ങടാന്ന് ഇങ്ങനെ തടകുക. ഓനിങ്ങനെ തടകി ഉറക്കാൻ നടക്കുക. ഓനിപ്പോ ഏറും കൊണ്ടിട്ട് വെറുതെ നടക്കുക. ഈ 28 ലക്ഷം ഹാജിമാരെങ്ങാണ്ട് ഈ വർഷമുണ്ട്. എല്ലാരും കൂടെ എറിഞ്ഞെറിഞ്ഞവന്റെ ഊപ്പാട് വന്നിരിക്കുക. എല്ലാരും കൂടെ പോയി കിടന്നിട്ട് ജംറയിലും അള്ളാഹു 7 കല്ല് വെച്ച് 21 കല്ല് ഒരു ദിവസം. എന്തോ ഏറെന്ന് പറഞ്ഞ ഓരോ മനുഷ്യന്റെ ഏറ്. ചില പാകിസ്ഥാനികളൊക്കെ ചെരുപ്പ എറിയുന്ന ഊരിയിട്ട് ശൈത്താനെ. അതാ മനസ്സിലാക്കേണ്ടത്. ശൈത്താൻ ചിലരുടെ ഏറ് കാണുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സെൽഫിയുടെ കാലമാണല്ലോ. ജംറയിൽ ഇങ്ങനെ കല്ലെറിയ, ശൈത്താനെ കല്ലെറിയുന്ന സമയത്ത് ഒരുത്തൻ ഒരു സെൽഫി, ശൈത്താനോടൊപ്പം ഒരു സെൽഫി പത്രത്തിലൊക്കെ ഉണ്ടായിരിക്കും.
കല്ലെറിയുമ്പോഴും സെൽഫി. ഓനെ നോക്കിയിട്ട് ശൈത്താൻ ചിരിക്ക, എടാ നീ എന്നെ എറിയുന്നു, നീ നിന്നെ തന്നെ എറിയടാ എന്ന് ചിന്തിക്കണേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സിൽ വന്നിരുത്തിയിട്ട് നമ്മളെ ഉറക്കാൻ അവൻ പരിശ്രമിക്കും. ഉറങ്ങണ്ട, ഉറങ്ങാനൊരു ഭാഗ്യം വേണം. ഇല്ല ഉസ്താദ്, സ്വർഗത്തിരുന്ന് ഉറങ്ങാനൊരു യോഗം വേണ്ടേ? ശരി, അള്ളാഹു നമുക്ക് കയ്യുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് ഖുർആൻ പറയാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഒരു കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കൃഷി ചെയ്യാൻ ഒരാള് തീരുമാനിക്കുമ്പോ ഇന്ന സ്ഥലത്ത് കൃഷി ചെയ്താൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തല്ലേ കൃഷി ചെയ്യാറുള്ളൂ? ഇല്ലേ മനുഷ്യന്മാരെ പറ. ഇവിടെ കൃഷി ഇറക്കിയാൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ ഒരാൾ കൃഷി ചെയ്യത്തുള്ളൂ. ഒരു കട, ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഇവിടെ കച്ചവടം ഉണ്ടാകും, ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ അവിടെ കടയിടാൻ പോകത്തുള്ളൂ. കടയിട്ടാൽ കച്ചവടം നടക്കൂല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ആരെങ്കിലും കൃഷി ഇറക്കോ അല്ലെങ്കിൽ കടയിടോ? ചെയ്യൂല. എങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്നാമതായി ഖുർആൻ പറയുകയാ, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബസു ലഹാ യഖ്റുജു ഇല്ലാ നക്ദാ. വിവാഹം കഴിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നല്ലതുപോലെ കേൾക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും. മോനെ, പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ കൃഷിയിടമാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ കൃഷിയിടമാണ്. അതുകൊണ്ട് നീ നല്ല കൃഷിയിടത്തിൽ വിളവിറക്കിയാലേ നിനക്ക് നല്ല വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, നല്ല കൃഷിയിടത്തിൽ കൃഷി ഇറക്കിയാ നിനക്ക് നല്ല വിളവ് കിട്ടും. മോശമായ പറമ്പിൽ നീ കൃഷി ഇറക്കിയാ നീ ഉദ്ദേശിക്കുന്ന വിളവ് നിനക്ക് കിട്ടൂല എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, സ്വാലിഹായ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ നിനക്ക് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മോനെ, റോഡിന്റെ ഓരത്ത് നിന്ന് പുഞ്ചിരിക്കുന്നവളെ കെട്ടല്ലേ, കണ്ടവളുമാരെ കെട്ടല്ലേ. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, നല്ല പെണ്ണിനെ വിവാഹം കഴിക്കണേ, നല്ല പെണ്ണിനെ വിവാഹം കഴിക്കണേ. നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ, നല്ല ഉമ്മയ്ക്ക് നല്ല മക്കള് പിറക്കാറുള്ളൂ. അള്ളാഹുവേ, നല്ല വാപ്പയ്ക്ക് നല്ല മക്കള് ജനിക്കൂ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നല്ല ഉമ്മമാർക്ക് നല്ല മക്കള് ജനിക്കൂ. അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ പ്രിയമുള്ളവരെ, നല്ല ഉമ്മയുടെ വയറ്റിൽ എത്രയോ നല്ല മക്കള് ജനിച്ചതിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, കേട്ടതാണെങ്കിലും ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ഒരു നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ചവരെ പൊന്നുമോനെ കുറിച്ച് പറഞ്ഞു തരട്ടെ. മഹാനായ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, കാണാൻ എന്ത് സുന്ദരനെന്നറിയുമോ? വല്ലാതെ വിപത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനാ. പക്ഷേ പടച്ചവനെ വല്ലാത്ത പേടിയാ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്. പടച്ചവനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവിടെ നിന്ന് മുണ്ട് മുറുക്കി വൃത്തി കെട്ടിയ ചെറുപ്പക്കാരൻ ഇറങ്ങി നടക്കുകയാണ്. അവസാനം നടന്ന് ഒഴുക്കമുള്ള ഒരു പുഴയുടെ ചാരത്ത് പോയി തളർന്നു കിടക്കുകയാ. ഒരു പുഴയുടെ ചാരത്ത് പോയി തളർന്നു കിടക്കുകയാണ്. അങ്ങനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാ. വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആപ്പിളങ്ങ് കാണുമ്പോ വിശപ്പിന്റെ കാഠിന്യത്താൽ അറിയാതെ അതങ്ങെടുത്ത് കഴിക്കുകയാണ്. പടച്ചവനെ, ആപ്പിളങ്ങ് ആർത്തിയോടെ തിന്നുകയാണ്. തന്റെ ആമാശയത്തിലേക്ക് ആപ്പിളിന്റെ ഒരൽപ്പം തന്റെ വയറിന്റെ ഉള്ളിലേക്ക് കടന്നു തന്നപ്പോ വിശപ്പിനൽപ്പം ശമനം കിട്ടിയപ്പോ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു, അല്ലാ, ഇത്
ഇതാരുടേതാണെന്നറിയില്ലല്ലോ പടച്ചവര്. ഹറാമ് തിന്നുപോയല്ലോ, ഹറാമന്റെ വയറ്റിൽ പെട്ടുപോയല്ലോ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചവനെ. എന്റെ അമലുകളൊന്നും സ്വീകരിക്കില്ലല്ലോ, ഞാൻ മരിച്ചാ നരകത്തിലാണല്ലോ. കയ്യിൽ പകുതി ആപ്പിൾ പിടിച്ചിട്ടൊരു ചെറുപ്പക്കാർ പുഴയുടെ ചാരത്ത് നിന്ന് തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് പൊട്ടിക്കരയുകയാ. അല്ലാഹുവേ, സമാധാനമില്ല, സമാധാനമില്ല. എല്ലാവരും മുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ നാശമേ എന്ന് വിളിച്ചുകൊണ്ട് ആ ഒഴുക്കുള്ള പുഴയ്ക്കെതിരായി നടക്കുകയാണ്. ആ പുഴയുടെ ചാരത്തുകൂടെ നടക്കുകയാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ, തലയ്ക്ക് ബോധമില്ലാത്തവരെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ ചെറുപ്പക്കാരെ കിലോമീറ്ററുകളോളം നടക്കുകയാ. അവസാനം ഒരു ആപ്പിള് തോട്ടം കണ്ടു. ആ തോട്ടത്തിൽ നിന്നാണ് ആപ്പിള് വെള്ളത്തിലേക്ക് വീണതെന്ന് മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോട്ടത്തിനകത്തേക്ക് കടന്നു ചെല്ലുകയാ. ഒരു മനുഷ്യനകത്ത് നിൽക്കുന്നു, കരഞ്ഞുകൊണ്ട് പറഞ്ഞ് എനിക്കൊന്ന് പൊരുത്തം തരുവോ, ഞാൻ അറിയാതെ വിശപ്പിന്റെ കാഠിന്യത്താൽ ഒരാപ്പിളിന്റെ പകുതി ഞാൻ കടിച്ചുപോയി. ആ വീടാ തോട്ടത്തിലിരിക്കുന്ന മനുഷ്യൻ പറയുന്നു, സാബിത്ത്, ഞാൻ ഇതിന്റെ മുതലാളിയല്ല, ഞാൻ ഇവിടത്തെ തൊഴിലാളിയാണ്. എന്റെ മുതലാളിയുടെ വീടെത്തണമെങ്കിൽ 3 ദിവസം രാപ്പകല് നടന്നാലേ എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ. സാബിത്ത് പറഞ്ഞു, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാൽ നടക്കാൻ ഞാൻ തയ്യാറാ. കാരണം എനിക്ക് റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവേ ഒരു പാവിയെ പോലെ നിൽക്കാൻ വയ്യ. അവസാനം യജമാനന്റെ വീട് പറഞ്ഞു കൊടുത്തു. അതാ നടക്കുകയാണ്. 3 ദിവസം രാവും പകലും നടന്നു. അവസാനം ആ തോട്ടത്തിന്റെ യജമാനന്റെ വീടിന്റെ മുന്നിലെത്തി. ഓടിച്ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്കൊന്ന് പൊരുത്തം തരുവോ, നിങ്ങളുടെ ആപ്പിള് ഞാൻ കടിച്ചുപോയി, എനിക്കൊന്ന് പൊരുത്തം തരുവോ. ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, നിന്റെ ആമാശയത്തിലേക്ക് കടന്നുപോയാ ആ പകുതി ആപ്പിളിന് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാണ്. സാബിത്ത് ചോദിച്ചു, എന്ത് കണ്ടീഷനാണ്? അവിടെന്ന് പറഞ്ഞു, എനിക്കൊരു പൊന്നുമോളുണ്ട്, അവളെ നീ വിവാഹം കഴിക്കണം. അവൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവിക്ക് കേൾവിയില്ല, അവൾക്ക് നടക്കാൻ കാലില്ല, വികലാംഗയായ കാണാനഴകില്ലാത്ത എന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചാലേ നിനക്ക് പൊരുത്തം വരൂ എന്ന് പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാബിത്ത് പറഞ്ഞു, അല്ലാ, ഒരു കൊതുകിന്റെ ചിറകിന് പോലും വിലയില്ലാത്ത ദുനിയാവല്ലേ, എന്തിനും ഞാൻ തയ്യാറാ. അവസാനം കണ്ണില്ലാത്ത, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലില്ലാത്ത, കാണാ സുന്ദരിയല്ലാത്ത, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കുകയാണ്. റബ്ബേ, വിവാഹം കഴിഞ്ഞു. മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണാനഴകുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാ. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സൗന്ദര്യമില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സാബിത്തേ, ഞാനാണ് നിന്റെ ഭാര്യ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ ഉപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ജനിച്ചതിന് ശേഷം, എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം അല്ലാഹു കാണില്ലേ എന്ന് പറഞ്ഞ ഒരു കാര്യവും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല സാബിത്ത്. ഹറാമിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഹറാമിന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ഒരുത്തനെയും ഫോൺ വിളിച്ചിട്ടില്ല, ഒരു വികാരമുണ്ടാകുന്ന ഒരു മോശമായ സംസാരവും എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. മൂന്നാമതായിട്ട് ആ പെണ്ണ് പറയുകയാ, അല്ലാഹു പോകരുതേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ ഈ കാലുകൊണ്ട് ഇന്ന് വരെ ഞാൻ നടന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ,
പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളെടുത്ത് കടിച്ചിട്ട് പൊരുത്തം ചോദിക്കാ പോയ ചെറുപ്പക്കാരൻ. ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു, ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു. ഇവരുടെ കൃഷിയിടത്തിൽ ഒരു വിളവ് കിട്ടി. ആ വിളവിന്റെ പേരെന്തെന്നറിയുമോ? മഹാനായ ഇമാമുനാ അബൂ ഹനീഫ. ആ കൃഷിയിടത്തിലെ വിളവാണ് അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ വിളവാണ് മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല പെണ്ണിനെ വിവാഹം കഴിക്ക്. അതുകൊണ്ടാ റസൂലുള്ളാഹ് പറഞ്ഞത് ഫളുഫറു ബിദാത്തിദ്ദീൻ, നീ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് പറഞ്ഞത് ദീനുള്ളവളെ കെട്ടണം, കണ്ടവളെ കെട്ടരുത്. ഇന്നിപ്പോ ദീൻ ആരും നോക്കാറില്ലല്ലോ. വേറെ 3 കാര്യങ്ങളാ നോക്കണം. പണം ഉണ്ടോന്ന് നോക്കും, പണമുണ്ടോ എന്ന് നോക്കും. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും കുഴപ്പമില്ല, തന്നെക്കാലം വയസ്സുകൂടെ ഒന്നും വേണ്ട, പണമുണ്ടോ കെട്ടാൻ തയ്യാറാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പെണ്ണുപിള്ള മുന്നിൽ ഉമ്മ പറയും, സ്ത്രീധനം ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണത്തിന് സമ്മതിക്കൂ, പൊന്നു മോനെ വെറുതെ നിൽക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, സ്ത്രീധനം വാങ്ങണമെന്ന് വാപ്പയും ഉമ്മയും പറഞ്ഞ അനുസരിക്കല്. കാരണം അവരല്ല ജീവിക്കേണ്ടത്, നീയാ ജീവിക്കണ്ടേ. അള്ളാന്റെ റസൂല് പറയുന്നു, മൻ തസവ്വജ ലി ഇംറഅതി മാലിഹാ ലം യസിദുഹു ഇല്ലാ ഫഖറാ. പെണ്ണിന്റെ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്നവനെ, പെണ്ണിന്റെ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്നവനെ, നീ എത്ര കോടിയ കണക്കിന് സ്ത്രീധനം വാങ്ങിയാൽ നിന്നെ ദാരിദ്ര്യം പിടിപെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 1 കോടി രൂപയും ബെൻസ് കാറും വാങ്ങിയവനാണെങ്കിൽ നീ യതീംഖാനയിലായി പോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാ നീ യതീംഖാനയിലാകും. ഇനി 2 ഗ്ലാമർ ഉണ്ടോ? അതാ കൂടെ കൊണ്ട് നടക്കുമ്പോ എല്ലാരും ചോദിക്കണം, പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ എവിടുന്ന് കിട്ടിയടാ? കാണുന്നവനൊക്കെ ഇങ്ങനെ നോക്കണം. ഗ്ലാമറുള്ള പെണ്ണ്, സൗന്ദര്യമുള്ള പെണ്ണ്. റസൂലുള്ളാഹ് പറഞ്ഞു, വേണ്ട മോനെ, ഗ്ലാമർ കൂടിയവളെ നീ കെട്ടല്ലേ, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ചു കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരോട് പറയുന്നത്, നിന്റെ ഭാര്യയ്ക്ക് നിന്നെക്കാളും ഗ്ലാമർ ഉണ്ടെങ്കിലും സുന്ദരിയാണെന്ന് പറയാൻ പാടില്ല. നിന്നെക്കാളും ഗ്ലാമർ നിന്റെ ഭാര്യക്കുണ്ടെന്ന് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓള് താഴെയൊന്നും നിൽക്കില്ല. ഓള് വിചാരിക്കും ഇവനില്ലെങ്കിൽ ഇവന്റെ വാപ്പ, അങ്ങനെ എന്താ താഴെയൊന്നും നിൽക്കൂല, പിന്നെ അങ്ങ് കൂടും, അർശിന്റെ മുകളിലെത്തും. പെണ്ണിന്റെ സൗന്ദര്യം നോക്കിയിട്ട് കെട്ടാൻ പാടില്ല. 3 കുടുംബ മഹിമ നോക്കും. അവനവനെ കൊണ്ട് പറ്റുന്നിടത്ത് പോയി കയറിയാ പോരെ. പുളിങ്കൊമ്പിലേ പിടിക്കത്തുള്ളൂ, അത്തപ്പാടിയ. അന്നന്നത്തെ ചെലവിന് എന്റെ കഴിയില്ലാത്തവനെ ഒരു കോടീശ്വരന്റെ മോളെ കെട്ടും. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ കുടുംബ മഹിമ നോക്കിയിട്ട് പെണ്ണ് കെട്ടല്ലേ, നീ ആ കുടുംബത്തിൽ നാറിപ്പോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അവരുടെ മുന്നിൽ നീ നാണം കെട്ടുപോകും, അവനവനെ കൊണ്ട് പറ്റുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് ഫളുഫറു ബിദാത്തിദ്ദീൻ. നീ നോക്കേണ്ട 1ാമത്തെ കാര്യം, അവൾക്ക് അല്ലാഹനെ പേടിയുണ്ടോ? നിസ്കരിക്കാൻ അറിയോ? അവൾക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് അറിയോ? ഖുർആൻ ഓതാൻ അറിയുമോ? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്ക്. ആ കൃഷിയിടത്തിൽ നല്ല മക്കൾ ജനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്കൊക്കെ നല്ല ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തന്നതിന് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഒരു വാപ്പയും വിവാഹം കഴിക്കാത്ത മകനും കൂടെ ഈ മജ്‌ലിസിന്റെ സദസ്സിലുണ്ട്. ദുആ ചെയ്യുമ്പോ ഉസ്താദ് പറയുന്നു, മനസ്സിലെ ആഗ്രഹം എന്താണോ കരുതാൻ പറഞ്ഞാൽ, വിവാഹം കഴിക്കാത്ത മകൻ ഒരു സൈഡിൽ ഇരുന്ന് ചിന്തിക്കും, പ്രശ്നേ ഒരു സാലിഹത്തായ പെണ്ണിനെ എനിക്ക് തരണേ തമ്പുരാനെ. വാപ്പ ഇപ്പുറത്തിരുന്ന് പറയും, തന്നതിനെ ഒന്ന് നന്നാക്കി തരണേ പടച്ചവനെ. 2 പേരും ആവശ്യക്കാരിതാ. ഭാര്യയും വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും എല്ലാവരും ഒരു സാലിഹത്തായ പെണ്ണിനെയാ കരുതുന്നേ. അള്ളാഹു നല്ല ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങൾ വീടിന്റെ നാശമാണ്, ചില ഭാര്യമാർ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കൂ. പറമനുഷ്യന്മാരെ പറഞ്ഞു തരട്ടെ, ഉള്ള സമാധാനം പോയി കിട്ടും. നീ അനുഭവിക്കുന്നതിന്റെ കാരണം ഇതാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, ഈ പറയുന്ന 6 ദുശീലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകത്തില്ല.
അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തമ്മിലടിക്കാനല്ല, പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ, വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും രോഗം നടിക്കുന്നവള. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഭർത്താവ് വന്നിട്ട് പറയും, ഐഷ മോളെ, ഒരു സുലൈമാനി അള്ളാഹ് എനിക്ക് തലവേദനയേക്ക. ഒരു രോഗമില്ലെങ്കിലും എപ്പോഴും അസുഖം നടിക്കുന്ന ചില ജന്തുക്കളുണ്ട്. ഒരസുഖമില്ലെങ്കിലും അസുഖം നടിക്കുന്ന പെണ്ണ്, വയ്യ വയ്യ വയ്യ, അവൾ എപ്പോഴെങ്കിലും ആരോഗ്യമുണ്ടോ എന്ന് പറയുന്ന ഇന്നുവരെ കേട്ടിട്ടില്ല. എന്ത് ചെയ്യാൻ പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ, അവൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. ഭർത്താവ് ചെന്നിട്ട് ചോദിക്കും, കേട്ടോടി മൂദേവി ഇന്നങ്ങാര് പറഞ്ഞത്, ഈ പറഞ്ഞ എല്ലാ ഗുണവും നിനക്കൊണ്ട് മര്യാദയ്ക്ക് തിരുത്തിക്കോന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ തുടങ്ങിയേക്കരുത്. ഞാൻ പഠിക്കാൻ വേണ്ടിയാ പറയണത്, കലഹം ഉണ്ടാക്കാനല്ല. രണ്ട്, ഞാൻ മൊത്തം പറയണോ കേൾക്കാൻ ആഗ്രഹമുള്ള ആണുങ്ങളൊന്ന് കൈവക്കിക്കേ. ഇന്ന് തീരുമാനമായി. ഇന്ന് ബെഡ്റൂമിൽ കയറുമ്പോ പറയും, കേട്ടോ ഉണ്ടെങ്കിൽ തിരുത്തിക്കോ, നിന്നെ ഉപദേശിക്കല്ല, നന്നാകാൻ വേണ്ടിയാ. രണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാര്യ ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവളാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി. ഭാര്യയും ഭർത്താവ് ഇന്നും വഴക്കുണ്ടാകുമ്പോ പെണ്ണുപിള്ള പറയും, അതേ വന്നത് വെറുതെയല്ല, 30 പവനും 50 സെന്റും കാറുമായിട്ടാ വന്നേ. നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കാൻ നേരത്ത് എന്റെ കയ്യിൽ കിടന്നതാ ഞാൻ ഊരിത്തന്നത്. എന്റെ വാപ്പ മരിക്കുന്ന കാലം വരെ നോക്കിയത് ഞാനാ. ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയുന്നവൾ, അവൾ നല്ലവളല്ല, വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. അത് ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടാ. ഭർത്താക്കന്മാരും എങ്ങനെ ആയിരിക്കും. 3, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പെണ്ണ്, ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ വെളിയിലിരിക്കുക. രണ്ടുപേരും ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ആമിനായും ഭർത്താവും കൂടെ വെളിയിലിട്ട് ഇറങ്ങാ. ആ സമയത്ത് ഈ ജന്തു ഭർത്താവിനോട് പറയാ, ആണെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം, അങ്ങാരുടെ ബോഡി കണ്ടോ, ഇത് നിങ്ങളിങ്ങനെ നടക്കുക. ഭാര്യയും ഭർത്താവും വീടിന്റെ മുന്നിലിരിക്കുമ്പോ തന്റെ ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തനെ കുറിച്ച്, അവൻ വലിയവനാ, അവൻ മറ്റവനാ, മറിച്ചവനാ, അങ്ങനെ ആകണം എന്ന് മറ്റൊരു ആണിനെ ആഗ്രഹിക്കുന്നവള് നല്ലവളല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, അടുത്തണ്ടോ സ്നേഹം എന്ന് പറഞ്ഞ അങ്ങനെ ആയിരിക്കണം, ഇപ്പോഴും അവര് ചക്കയും മാങ്ങയും പോലെ എവിടെ പോയാലും കൊണ്ടു നടക്കും. ഇങ്ങനെ ഇരുത്തിയിട്ട് പറയും. ചില നട്ടലില്ലാത്ത ജന്തുക്കൾ ഇരുന്ന് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ചില വന്തന്മാരങ്ങനെ ഭാര്യ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. ഒരെണ്ണം തരന്നിട്ട് ഇട്ട് കൊടുക്കേണ്ട സമയം അപ്പോഴാ. മറ്റൊരുത്തനെ കുറിച്ച് മറ്റൊരു ആണിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ അടിക്കാൻ പാടില്ല, പക്ഷെ അടിക്കേണ്ട സമയമുണ്ട് മനുഷ്യന്മാരെ. ചില സമയങ്ങളിൽ കൊടുക്കണം. താതാന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ കൊടുക്കരിക്ക. ചില പെണ്ണുങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്ക, ഒരെണ്ണം തായിക്കാന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മൂന്നാമത്തെ പെണ്ണ് തന്റെ ഭർത്താവിനെ മുന്നിലിരിക്കുമ്പോ മറ്റൊരു ആണിനെ ആഗ്രഹിക്കുന്നവൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാലാമത്തത് അവക്ക് മക്കളെ നോക്കാൻ സമയമില്ല, ഭർത്താവിനെ നോക്കാൻ സമയമില്ല, വീട് നോക്കാൻ സമയമില്ല. 24 മണിക്കൂറും ഒടുക്കത്തെ ഒരുങ്ങുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവക്ക് ആരെയും നോക്കാൻ സമയമില്ല. എഴുന്നള്ളത്തിന് നിൽക്കുന്ന ആനയെ പോലെ പട്ട ഇങ്ങനെ നിൽക്കണം. എല്ലാം കെട്ടിയിട്ട് എപ്പോഴും ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കണം. അവക്ക് അവളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പെണ്ണൊരുങ്ങേണ്ടത് നാട്ടുകാരുടെ മുന്നിലല്ല, ഭർത്താവിന്റെ മുന്നില. വേണം, പക്ഷെ ആവശ്യത്തിന് വേണം. ഒരുപാടായി പോയാ അത് പിന്നെ ദുരന്തങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ 24 മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നവൾ, അവൾ നന്മയുള്ളവളല്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. 5-ാമത്തെ പെണ്ണ്, ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവൾക്കറിയണ്ട. ഭർത്താവിന്റെ കയ്യിൽ പണമുണ്ടോ ഇല്ല അതൊന്നും അറിയണ്ട. കാണുന്നത് മുഴുവനും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ചിലരുണ്ട്, ലുലു സെന്ററിൽ കൊണ്ടുപോയി ലോൺ എടുത്തിട്ടാ പോയെ. അവള് ചോദിച്ചത് മുഴുവനും വാങ്ങിക്കൊടുത്തു. ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ കാശുള്ളൂ. വെളിയിലിറങ്ങുമ്പോ അപ്പുറത്ത് കടയിൽ കിടക്കണ ചുരിദാർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ കൊച്ചി മുതൽ വീട് വരെ തല്ലായിരിക്കും. അങ്ങനെ ചില പെണ്ണുങ്ങൾ, അവള് നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. 6-ാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വിളിച്ചാ പറയും, ഞാൻ കുളിച്ചിട്ടില്ല, ഇനി അവൻ അങ്ങനാണ്, രോഗമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒഴിയുന്നവളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ 5 സ്വഭാവം നിനക്കൊണ്ടെങ്കിൽ തിരുത്തിക്കോ, രക്ഷപ്പെട്ടു പോകും.
തിരുത്താ മനസ്സിന്റെ ഇങ്ങനെ തന്നെ പൊക്കോ, അനുഭവിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മയുള്ള മക്കൾ, ഖുർആൻ പറഞ്ഞ മക്കൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മോനെ വിവാഹം കഴിക്കുന്ന സമയത്ത് നീ ഒന്നാമതായി നോക്കേണ്ടത് അല്ലാഹുവേ അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ. അങ്ങനെ നീ ഒരു പെണ്ണ് കണ്ട് പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ വിവാഹം ഉറപ്പിച്ചോ. രണ്ട്, നിനക്ക് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പ്രവാചകൻ പറയുകയാ, ആദ്യ വിവാഹം നടന്നത് നമ്മുടെ ബാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാ. ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാ. വിവാഹം കഴിക്കുന്നത് സ്വർഗത്തിൽ പോയി ജീവിക്കാരാ. എല്ലാവരും വിവാഹം കഴിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ പോലും നമുക്ക് പറഞ്ഞു തന്നില്ലേ. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹു ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തില് സ്വർണ്ണത്തിന്റെ ചാരുകസേലയിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തന്റെ മക്കളും ഇരുന്നു കൊണ്ട് അതാ ആസ്വദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോ നമ്മുടെ ജീവിതം ദുനിയാവിലല്ല, നമ്മൾ കാലാകാലം ജീവിക്കേണ്ടത് പടച്ചവന്റെ സ്വർഗ്ഗത്തിലാണ്. നമ്മുടെ തറവാട് അവിടെയാ. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, ആദ്യ വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗ്ഗത്തിൽ വെച്ചാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ദുനിയാവിലെ ഏറ്റവും നല്ല സ്ഥലമേതെന്നറിയുമോ? ദുനിയാവിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതെന്നറിയുമോ? അതല്ലാഹുവിന്റെ പള്ളികളാ, അതല്ലാഹുവിന്റെ പള്ളികളാ. അതുകൊണ്ട് മോനെ, നിന്റെ രക്തത്തിൽ നല്ല മക്കള് പിറക്കണമെങ്കിൽ രണ്ട്, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ കാര്യം പള്ളി വെച്ച് നിക്കാഹ് നടത്തണം. ഈ നാട്ടിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്, ഇന്ന് വരെ ആരുടെയെങ്കിലും കല്യാണം വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അവരുടെ നിക്കാഹ് അവർ അമ്പലത്തിൽ വെച്ച് നടത്തത്തുള്ളൂ. ഇനി ക്രിസ്തുമത വിശ്വാസികളാകട്ടെ, ഏത് കോടീശ്വരനാണെങ്കിലും അവരുടെ പള്ളി വെച്ചിട്ട് നിക്കാഹ് നടത്താറുള്ളൂ. നമ്മൾ അങ്ങനല്ല, നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തൂ. അവർക്ക് നല്ലതറിയാം, നമുക്ക് നല്ലതറിയത്തില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മനുഷ്യന്മാർക്കറിയാം നല്ലതെന്താണ്, നമുക്ക് തിരിയൂല. നമുക്ക് പള്ളി വെച്ച് നടത്താന്ന് വെച്ചാൽ അതൊക്കെ ഈ പ്രായമുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഹാജി, നമ്മളിപ്പോ വലിയ ആളായില്ലേ. അത് തന്നെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു കോമഡിയാ. പള്ളിയിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ കാണേണ്ട കാഴ്ചയാ. പഠിച്ചവനെ അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ ഉസ്താദന്മാര് ചിരിച്ചൂപ്പാട് വരുന്നത് നിക്കാഹ് നടക്കുമ്പോഴാണ്. ഓരോ ജന്തുക്കനെ ഞാൻ ചോദിക്കട്ടെ, ജനിച്ച കാലം മുതൽ നമുക്കൊക്കെ ഒരുങ്ങാൻ അറിയാം. നമുക്കൊരു പക്വത എത്തിയത് മുതൽ ഞാനും നിങ്ങളും സ്വന്തമായിട്ട് ഒരുങ്ങാം. ഇന്ന് കല്യാണ ചെറുക്കനെ ഒരുക്കാൻ വേണ്ടി ഒരു ടീമുണ്ട്. ഓനൊന്നും അറിയില്ല, ഓനെ ഒരുക്ക കഫൻ തുണി പൊതിയുന്നത് പോലെ. അവനെ എല്ലാ രീതിയിലും ഒരുക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പള്ളിയിലിരുത്തും. അപ്പൊ ഹത്തീബ് വന്നു, എല്ലാരും വന്നു, സാക്ഷികളൊക്കെ വന്നു. ഉസ്താദ് ചോദിക്കും, മോനെ മഹർ എത്ര ആളാണ്? ഓനിങ്ങനെ പൊട്ടനെ പോലെ ഇരിക്കാം. ഉസ്താദ് ചോദിക്കും, മഹർ എത്ര ആടാ? അപ്പൊ ഇങ്ങനെ വായും തുറന്നിരുന്നിട്ട്, വാപ്പ മഹർ എത്ര? ചിലപ്പോ വാപ്പ പറയും ഇത്രയെന്നില്ലെങ്കിൽ അടുത്ത ആളോട് ചോദിക്കും. ഇതാ അവസ്ഥ. സ്വന്തം മഹർ എന്താണെന്ന് പോലും അറിയാത്ത ചെറുപ്പക്കാർ. അത് കഴിഞ്ഞ് ഉസ്താദ് കയ്യിൽ പിടിച്ച് അങ്ങോട്ട് വെച്ച് പറയും, മുഖം നോക്കാൻ. ഭർത്താവ് ഭാര്യയുടെ വാപ്പാടെ മുഖത്ത് നോക്കുമ്പോഴേ പുഞ്ചിരി. ഉസ്താദ് പറഞ്ഞു കൊടുക്കും, സവ്വജ്തുക, ഓനിരുന്ന് തപ്പുക. എടാ, കല്യാണ ചെറുക്കന്റെ കയ്യിൽ പിടിച്ചിട്ട് ഓൻ തപ്പുക, ചപ്പപ്പന്ന് പറഞ്ഞിട്ട് പറയാൻ അറിയത്തില്ല, പൊട്ടൻ അതുപോലും അറിയത്തില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒപ്പിച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് അങ്ങോട്ട് പടച്ചവനെ, അല്ലാഹുമ്മ അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വലുതുഫിൻ വഅഫിയ. ഇവന് വേണ്ടി ദുആ ചെയ്യാ. പടച്ചവനെ, ഈ നവദമ്പതികൾക്ക് നീ ബർക്കത്തും ഐശ്വര്യവും സന്തോഷവും. ഈ പൊട്ടനൊന്ന് ആമീൻ പിടിക്കാൻ പോലും സമയമില്ല, മടിയിലെടുത്ത് കടത്തിയിട്ട് വായി നോക്കിയിരിക്കുക. എന്ന് ചിന്തിച്ചു നോക്കിയേ, അവന്റെ വാപ്പ പോലും അവന് ദുആ ചെയ്യാറില്ല.
കല്യാണത്തിന് വിളിച്ചവർ മുഴുവനും ഗാന അടിച്ചിട്ട് പോയി ചിരിക്കും. ഓൾ ദസ്റ്റ് കഴിഞ്ഞു. ആരാ ദുആ ചെയ്യുന്നത്? ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നത് പള്ളിയിലെ ഖത്തീബ. ആ സമയത്ത് പോലും ആമീൻ പറയാൻ വയ്യ. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് ഓടുക ഓഡിറ്റോറിയത്തിൽ. എന്തെല്ലാം പേക്കൂത്തുകൾ, എന്തെല്ലാം പേക്കൂത്തുകൾ. ചില ഹാജിയാക്കന്മാരുടെ മോളുടെയൊക്കെ വിവാഹം കണ്ട ചോദിക്കും, മോന്റെ വിവാഹം പള്ളിയിലെ വലിയ കൊണാണ്ട്ര. ചോദിക്കും, മോന്റെ നിക്ക. അയ്യോ ഉസ്താദെ, ഞാൻ പറഞ്ഞ അവൻ കേൾക്കൂല ഉസ്താദെ. കാണവില്ലേ വാപ്പ നിനക്ക് പറയാം. ഞാൻ പറഞ്ഞാ കേൾക്കൂല. സ്വന്തം മോനെ കുറിച്ച് പറയാ. ചിലര് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ എന്നവന് ഇത്തിരി നല്ല പോലെ ആയിക്കോട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തെല്ലാം പേക്കൂത്തുകൾ വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ. മൈലാഞ്ചി മുതൽ തുടങ്ങും. പാതിരാത്രി 12 മണി വരെ കല്യാണ വീട്ടിൽ കിടന്ന് എന്തെല്ലാം പേക്കൂത്തുകൾ. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങും. വിവാഹം ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം. ഒരാണിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം വിവാഹം. ആ സമയത്ത് അന്നത്തെ ദിവസം സുഖിയില്ല. 7 മണി വരെ കിടന്ന് നല്ല ഉറക്കം. ശൈത്താൻ മൂക്കിനകത്തും വായിക്കാത്തും ചെവിക്കാത്തും മൂത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കുടിച്ചിട്ടാ പെണ്ണ് കെട്ടാൻ പോണേ. അതും കുടിച്ചിട്ടാ പെണ്ണ് കെട്ടാൻ പോന്നെ. എന്നിട്ടോ പടച്ചവനെ, എന്തെല്ലാം ആട്, എന്തെല്ലാം നിക്കാഹ്. പടച്ചവനെ, വല്ലാത്തൊരവസ്ഥയാ. ഗാനമേള നടത്തുന്നവരുണ്ട്. എന്തെല്ലാം അനാചാരങ്ങളിലൂടെ വിവാഹം നടന്നു. അത് കഴിഞ്ഞാ പിന്നെ എഴുന്നള്ളത്തിന് വരുന്ന, അമ്പലത്തിൽ നിന്ന് പറയെടുക്കാൻ വരുന്ന ആനയെ കൊണ്ടുവരുന്നത് പോലെ പടച്ചവനെ, വിവാഹ പെണ്ണും ചെറുക്കനും വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഘോഷയാത്രയല്ലേ, JCB-യിൽ കൊണ്ടുവരുന്നവരുണ്ട്. പെട്ടിലോ അതാ ചെറിയ ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്. സൈക്കിളിനകത്ത് കൊണ്ടുവരുന്നവരുണ്ട്. ചെണ്ടമേളം നടത്തിയിട്ട് പുതുമണവാളനെയും മണവാട്ടിയെയും കൊണ്ടുവരുന്നവരുണ്ട്. അല്ലാഹുവേ, പിന്നെ എല്ലാം കഴിഞ്ഞു. പാതിരാത്രി എത്തിക്കഴിഞ്ഞ ഭാര്യയും ഭർത്താവും മണിയറക്കകത്തേക്ക് കടന്നു പോകുമ്പോ ആ സമയത്ത് പോലും പടക്കം പൊട്ടിക്കാൻ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം കടന്നു വരുമ്പോ കുടുംബക്കാര് മുഴുവനും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇല്ലടാ ഇല്ലടാ, നിന്റെ രക്തത്തിൽ നിനക്ക് നല്ല മക്കള് പിറക്കൂലടാ. എന്റെ പ്രിയമുള്ള മുസ്ലിം പെണ്ണ്, പൊന്നുമോളെ, നിന്റെ വയറ്റില് നല്ല മക്കള് പിറക്കൂല. നിനക്ക് ഗുണം ചെയ്യുന്ന മക്കളെ നിനക്ക് അല്ലാഹു തരൂല. കാരണം നിന്റെ വിഭാഗത്തിന് വന്നവര് മുഴുവനും തലയിൽ കൈവച്ചിട്ട് നിന്നെ ശയിച്ചിട്ടാ പോകുന്നത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, ദീനുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടണം. സ്വന്തം മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ അവന് പണമുണ്ടോ എന്നല്ല ആദ്യമായി നോക്കേണ്ടത്, അവൻ അല്ലാഹുവിനെ പേടിയുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നൊന്ത് പ്രസവിച്ച പൊന്നുമോള്, 18 കൊല്ലം പൊന്നുപോലെ വളർത്തിയ നിന്റെ പൊന്നാര മകള് പടച്ചവനെ ഒരുത്തന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോ അവൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ, അവന് നിസ്കാരമുള്ളവനാണോ എന്നാണ് പെങ്ങളെ നോക്കേണ്ടത്. വിവാഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ? മണവാളനും മണവാട്ടിയും എങ്ങനെയെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തത് ആർക്കെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ജോലി എന്തെന്നറിയുമോ? പടച്ചവനെ, പുല്ല് വെട്ടിയിട്ട് ഒട്ടകമുള്ള മുതലാളിമാരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് കിട്ടുന്ന ദിർഹം കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട അലിയാര് തങ്ങളോട് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ, ഫാത്തിമാനെ നിനക്കിഷ്ടമാണോ അലിയേ? എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കുമോ അലിയേ? അവസാനം എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞു. പുതുമണവാട്ടി എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, വിവാഹം കഴിക്കുന്ന പെണ്ണെങ്ങനെ ആകണമെന്നറിയുമോ? അലിയാര് തങ്ങൾ അതിന്റെ മണവാട്ടിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ പിടിച്ചിട്ട് മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അതാ ഫാത്തിമ ബീവി മണിയറയിൽ കയറി അലിയാര് തങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങണയ്ക്കുകയാണ്. കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങണച്ചു. അല്ലാഹുവേ, വീടിന്റെ കവാടമടഞ്ഞു. കുറെ സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, മണിയറക്കകത്തിരുന്നൊരു പൊട്ടിക്കരച്ചൽ കേൾക്കുകയാണ്. ഒരു വല്ലാത്ത കരച്ചൽ കേൾക്കുകയാ, ഒരു തേങ്ങൽ കേൾക്കുകയാ. അലിയാര് തങ്ങൾ ചെന്ന് നോക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? നിന്റെ ഉപ്പയുടെ മുന്നിലെ മക്കയിലെ കോടീശ്വരന്മാര് വന്ന് കാത്തിരുന്നല്ലോ. നിന്നെ നിർബന്ധിച്ച് വിവാഹം
വിവാഹം കഴിച്ചതാണോ? ഫാത്തിമ ബീബി തന്റെ കൈയെടുത്തിട്ട് അലിയാർ തങ്ങളുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, അലിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഫാലിയേ? അലിയാര് തങ്ങളെ ചോദിച്ചു, പിന്നെ എന്തിനാ കഴിയുന്നത്? അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അലിയേ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാ, ഇന്ന് നമ്മുടെ അതിരാത്രിയാ, ഇത് നമ്മുടെ മണിയറയാ. ഈ വീടിനകത്തേക്ക് കയറി വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം നനച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? ഇനി നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഈ ലോകത്ത് നിന്ന് നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ഭൂമിക്ക് മുകളിലും ഒരാള് 6 അടി മണ്ണിനകത്തും കിടക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ 6 അടി മണ്ണിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ അലിയേ. ആ ഖബറിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ലയോ? അവിടെയല്ലേ രക്ഷപ്പെടേണ്ടത്, അവിടമല്ലേ മണിയറയാക്കേണ്ടത്, ആ മണ്ണറയല്ലേ മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മിൻ മനാസിലിൽ ആഖിറ. ചിരിക്കുന്ന മുഖത്തോടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അതാ ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, അതിന്റെ ഇരുളിനെ കുറിച്ച്, അതിന്റെ അദാബിനെ കുറിച്ച്, അതാ കരകണ്ട ഖബറിനെ കുറിച്ച് പാതിരാത്രി മണിയറയുടെ രാത്രിയില് അതിരാത്രിയിലെ ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണങ്ങ് നിറയുകയാ. അലിയാർ തങ്ങൾ മണിയറയ്ക്കകത്ത് നിന്ന് കരയുകയാണ്. ആ സമയത്ത് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഭാര്യ പറയുന്നു, അലിയേ, നമ്മുടെ മണ്ണറ മണിയറയാക്കണ്ടേ, നമ്മുടെ മണ്ണറ മണിയറയാക്കണ്ടേ. അതുകൊണ്ട് അലിയേ, ഇന്ന് രാത്രി നമുക്ക് നിസ്കരിക്കാം അലിയേ. ജീവിതത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിന്റെ തുടക്കമായ 6 അടി മണ്ണാണ് മണിയറയാക്കേണ്ടത്. അതിനകത്ത് സ്വർഗത്തിന്റെ കവാൻ കാണണ്ടേ, അതിനകത്ത് സ്വർഗത്തിന്റെ പരിമളമടിക്കണ്ടേ, അതിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നിറങ്ങണ്ടേ. കണ്ണെത്താ ദൂരത്തിലേക്ക് ഖബറ് വിശാലമാകണ്ട അലിയേ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി അള്ളാന് മാറ്റിവെക്കാ എന്ന് പറയുന്ന ഒരു പെണ്ണാകാ കഴിയണം പെങ്ങള്. എന്റെ പ്രിയമുള്ള പെങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വിഭാഗത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പച്ച വ്യഭിചാരം എന്തെന്നറിയുമോ? ഏറ്റവും വലിയ വ്യഭിചാരം വാപ്പയും ഉമ്മയും കൂടെ പറപ്പും കെട്ടിയ ഭർത്താവ് പടച്ചവനെ വ്യഭിചരിക്കാൻ ഒരു അവസരം കൊടുക്കുന്ന സമയമുണ്ട്. ഏത് സമയമെന്നറിയുമോ? പടച്ചവനെ 18 കൊല്ലം 19 വർഷം അള്ളാഹുവിനെ പേടിച്ച് നല്ല രീതിയിൽ പോറ്റി വളർത്തിയ പൊന്നുമോള് ഒരുത്തന്റെ കയ്യിലേക്ക് പിടിച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞില്ല. ആ വിവാഹമെന്ന പുണ്യമായ കർമ്മം നടന്നിട്ട് അവൻ പോലും അവന്റെ ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല. പക്ഷേ വിവാഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ആ സ്വന്തം ഭാര്യയെ പിടിച്ചടുത്ത് നിർത്തിയിട്ട് കണ്ട കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാര്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, എന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ കണ്ടവന്റെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, നിന്ന് കൊടുക്കല്ലേ മോളെ, നിന്ന് കൊടുക്കല്ലേ മോളെ. നീ ഈമാനുള്ളവളാ, നീ ഈമാനുള്ളവളാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവളാ. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അവിടെന്ന് ചോദിച്ചു, അലിയേ, പോവുകയാലിയേ, പോവുകയാലിയേ, എനിക്കൊന്ന് പൊരുത്തം തരുവോ അലിയേ. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാര് തങ്ങളോടൊരു വസിയത്ത് പറയുകയാ. എന്തേ വസിയത്തെന്നറിയുമോ? എന്തേ വസിയത്തെന്നറിയുമോ? ഞാൻ മരിച്ചു പോയാ പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ല അലിയേ, രാത്രിയിലെ കബറടക്കാവോ? അലിയാര് തങ്ങളെ ചോദിച്ച കാരണമെന്ത്? അലിയാര് തങ്ങളെ ചോദിച്ച കാരണമെന്ത്? അവിടെന്ന് പറയുന്നു, അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല അലിയേ.
എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ. എന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അലിയേ. അതുകൊണ്ട് രാത്രിയെ കബറടക്കാവൂ. പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനാ, പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനാ. ഉമ്മ മക്കളെ വളർത്തേണ്ടത് അങ്ങനാ, ചെറുപ്പക്കാരാ ഭാര്യ വളർത്തേണ്ടത് അങ്ങനാടാ. അല്ലാതെ കണ്ടവന്റെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാറ്, പച്ച വ്യഭിചാരം നടത്താൻ അവസരം കൊടുക്കുന്നവര് നിനക്ക് നല്ല മക്കള് പിറക്കൂല, നിന്റെ കുടുംബത്തിൽ നല്ല മക്കള് ജനിക്കൂല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വിവാഹത്തിന്റെ രാത്രിയിലെ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ പ്രിയപ്പെട്ട ഭാര്യ, പടച്ചുറപ്പേ ഏത് വാപ്പയുടെ മകളാ, ഏത് വാപ്പയുടെ മകളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ആയിഷാ ബീവി റളിയല്ലാഹു തആല 18 വയസ്സുള്ള ആയിഷാ ബീവി നെഞ്ചത്ത് ചാരിക്കിടന്നിട്ട് റസൂലുള്ളാഹി പോവുകയാ. വാപ്പ ഭാര്യയുടെ മടിയിൽ കിടന്നുപോയി. അല്ലാഹുവേ പൊന്നുമോള് ഭർത്താവിന്റെ മടിയിൽ കിടന്നു പോവുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ റസൂലുള്ളാഹി പറയുന്നു, 2 നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ ബോറടിച്ചു തുടങ്ങിയ നിർത്താറായ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഒരു കുറച്ചു നേരം കൂടെ, ഒരു അരമണിക്കൂറോടെ ഞാൻ നിർത്തിയേക്കാം. ഒത്തിരി വെള്ളമെങ്കിലും താപ്പ പോകുന്നിടം വരെ പോകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ തണുക്കായിത്തിരി നേരം വേണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 3 എന്തായാലും മണിയറയിൽ ഇരുത്തിയിട്ട് പോണത് ശരിയല്ലല്ലോ, കുറച്ചുകൂടെ അങ്ങോട്ട് കടത്തി വിട്ടിട്ട് പോകാം. കല്യാണം കഴിഞ്ഞു, പെണ്ണുമാണ് മണിയറയിൽ കയറി. ഭാര്യയും ഭർത്താവും മണിയറയിൽ കയറി. മണിയറയിൽ കയറി കഴിയുമ്പോ പിന്നെ ഫസ്റ്റ് ചർച്ചകൾ തുടങ്ങി. പഴയ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് പറയും. അത് കഴിയുമ്പോ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക, എത്ര മക്കൾ വേണം? 3 എണ്ണം, 1 എഞ്ചിനീയർ, 1 കളക്ടർ, 1 MLA. ഇവിടെ ഒന്നും തുടങ്ങിയില്ല, അതിനു മുമ്പേ മക്കളെ തുടങ്ങി. പിന്നെ അവിടെ ചർച്ചകൾ തുടങ്ങി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 നല്ല മക്കളെ കിട്ടണമെങ്കിൽ 3 അള്ളാന്റെ ഖുർആൻ പറയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞവരൊക്കെ ചിന്തിക്കുക, വടച്ചാനെ ഇത് വല്ലോ എന്താ, ഇത് വല്ലതും നടന്നിട്ടുണ്ടോ? ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ലല്ലോ, ഇനിയിപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അപ്പൊ നിനക്കും രക്ഷപ്പെടാനുള്ള വഴി അവസാനം പറയാം. ഇത് നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കും. നിനക്കേ പറ്റിയില്ല, നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കുക. 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഖുർആൻ പറയാ. അള്ളാന്റെ ഖുർആൻ പറയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3ാമതായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണേ, എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയ്യുനിനെ പടച്ചവരെ, എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളെ എനിക്ക് തരണേ അല്ലാ. മക്കളെ കിട്ടാ ദുആ ചെയ്യണേ, സാലിഹായ മക്കളെ കിട്ടാ ദുആ ചെയ്തിട്ട് മക്കളെ നേടണം. ചെറുപ്പക്കാരാ, ദുആ ചെയ്തിട്ട് വാങ്ങണം മക്കള്, റബ്ബിനോട് ദുആ ചെയ്തിട്ട് വാങ്ങണം മക്കള്. ഒരു വാപ്പ ദുആ ചെയ്തിട്ട് ഒരു മകനെ ചോദിച്ചു വാങ്ങി. ഒരു വാപ്പ ഒരു മോനെ കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഏത് വാപ്പയെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യഹിയാ നബി അലൈഹിസ്സലാം. യഹിയാ എന്ന് പറയുന്ന ഒരു പൊന്നുമോന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഇതുപോലെ അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ഒരു മകനില്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം, സക്കരിയാ നബി അലൈഹിസ്സലാം പടച്ചറപ്പേ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി, പടച്ചവനെ മക്കളില്ല. അതാ പ്രായമായി, ഒരുപാട് പ്രായമായി. ചരിത്രം പറയുന്നു 120 വയസ്സ്, ഭാര്യയ്ക്ക് 99 വയസ്സ്. സക്കരിയാ നബി അലൈഹിസ്സലാം അതാ നോക്കുമ്പോ
മറിയമെന്ന് പറയുന്ന 9 വയസ്സുള്ള ഒരു പൊന്നുമോള് പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ കടിച്ചുകൊണ്ടിരിക്കുകയാ. ആ പഴങ്ങളൊന്നും ആ സമയത്ത് കിട്ടുന്നതല്ല, ആ സമയത്ത് കിട്ടുന്ന പഴങ്ങളല്ല. പക്ഷേ 9 വയസ്സുകാരിയുടെ മുന്നിൽ പഴങ്ങൾ ഇരിക്കുകയാണ്. സക്കരിയാ നബി ചോദിച്ചു, ഖാലയാ മറിയമു അന്നാ ലകി ഹാദാ ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്. മോളെ മറിയമേ, എവിടെ നിന്നാണ് ഈ പഴങ്ങൾ? എവിടെ നിന്നാണ്? ഇതൊന്നും ഈ നാട്ടിൽ കിട്ടുന്നതല്ലല്ലോ, പിന്നെ എവിടെ നിന്ന് നിനക്ക് ഈ പഴങ്ങൾ കിട്ടി? മറിയം ബീവി പറഞ്ഞു, എനിക്കെന്റെ റബ്ബ് തന്നതാ, എന്നെ പടച്ച റബ്ബ് എനിക്ക് തന്നതാ. സക്കരിയാ നബി 2 കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, റബ്ബേ, സാലിഹായ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന കണ്ണിന് കുളിർമയാകുന്ന എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുന്ന സാലിഹായ മക്കളെ തരണേ അല്ലാഹ്. 120ാമത്തെ വയസ്സിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, കൊടുത്തു പെങ്ങളെ, അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. ആ മോന് പേരിട്ടത് അല്ലാഹ് തന്നെയാ. അല്ലാഹുവാ പേരിട്ടത്. ലോകത്ത് മറ്റൊരാൾക്കും ആ പേരില്ലായിരുന്നു. അല്ലാഹ് തന്നെ പേരിട്ട് യഹിയ. യഹിയ എന്ന് പേരിട്ടത് പടച്ച റബ്ബാ. എന്റെ പ്രിയമുള്ളവരെ, യഹിയാ നബി അലൈഹിസ്സലാം 11 വയസ്സായി. വാപ്പ നോക്കുമ്പോ തന്റെ പൊന്നുമകനെ കാണുന്നില്ല, തന്റെ പൊന്നുമോനെ കാണുന്നില്ല. വയസ്സാം കാലത്ത് റബ്ബിനോട് ഭാര്യയും ഭർത്താവ് കരഞ്ഞു ദുആ ചെയ്തിട്ട് നിനക്ക് കിട്ടിയതാണ്. തന്റെ പൊന്നുമോനെ കാണാതെ വന്നപ്പോ സക്കരിയാ നബി ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നാഥാ, കൈവിടല്ലേ പടച്ചവരെ, കൈവിടല്ലേ പടച്ചവരെ. വയസ്സാം കാലത്ത് നീ നൽകിയ സമ്മാനമാണ് റബ്ബേ, എന്റെ പൊന്നുമോനെ തിരിച്ചു തരണേ പടച്ചവരെ. സക്കരിയാ നബി ദുആ ചെയ്തിട്ട് തിരിച്ചു തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ശ്മശാനത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയോ. പാതിരാത്രി കബറിനകത്ത് നിന്നൊരു കരച്ചിൽ കേൾക്കുകയാണ്. സക്കരിയാ നബി നടന്നു ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം ചെന്ന ഒരു കബറിനകത്തിരുന്ന് അല്ലാഹുവേ, ഒരു പൊന്നുമോന് കരയുകയാണ്. സക്കരിയാ നബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കരയുന്നതാരെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യഹിയ. സക്കരിയാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിച്ചു, മോനെ യഹിയ, എന്തിനാ മോനെ കരയുന്നത്? എന്നാ കബറിനകത്ത് വന്നിരുന്ന് കരയുന്നത്? അവിടുന്ന് പറഞ്ഞു കൊടുത്തു, വാപ്പാ, വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പാ. 11 വയസ്സുള്ള കുഞ്ഞ് അല്ലാഹുവേ പാതിരാത്രി വന്ന് കബറിനകത്തിറങ്ങിയിരുന്നിട്ട് അവസാനം വന്ന് കിടക്കേണ്ടത് 6 അടി മണ്ണിനകത്താണെന്നോർത്ത് കരഞ്ഞു കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കളെങ്ങനാ. അതുകൊണ്ട് ദുആ ചെയ്യണേ. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ. എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളെ തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യടൂ. ഒരു മോളെ പറഞ്ഞു തരട്ടെ, ദുആ ചെയ്തിട്ട് കിട്ടിയ രണ്ടാമത്തെ ഒരു മകളെ പറഞ്ഞു തരട്ടെ. ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ, ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ പ്രായമായി പടച്ചവരെ തനിക്ക് കുഞ്ഞിനെ കിട്ടാതെ വന്നപ്പോ ഒരു ദിവസം ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പറവതന്റെ വായിൽ ഭക്ഷണം വെച്ചിട്ട് പറന്നു വരികയാ. എന്നിട്ട് തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ആ തള്ളപ്പക്ഷി ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ അന്നത്തെ ബീബി ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, എനിക്ക് സാലിഹായ സന്താനത്തെ തരണേ അല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാ, നല്ല മക്കളെ കിട്ടാ, നല്ല സന്താനത്തിനെ കിട്ടാ എപ്പോഴും നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ.
സംഘാടകർ ബക്കറ്റൊക്കെ എടുത്ത് വെച്ചില്ലേ, അവിടെ തന്നെ ഇരിക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പറമനുഷ്യന്മാരെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞു. മണിയറയിൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് ദുആ ചെയ്തു. പിന്നെ രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് തുടങ്ങാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ അങ്ങോട്ട് ഈ സ്ഥാനം കൊണ്ട് പറയാൻ പറ്റും, അവളെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയമുള്ളവർ, അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം തുടങ്ങുന്നു. അവിടെ നിന്ന് ജീവിതം തുടങ്ങുമ്പോ ഭർത്താവും ഭാര്യയും ശാരീരികമായി ബന്ധപ്പെടുന്നതിനും ഒരു നിയമമുണ്ട്. അത് പറയുന്നവന് കാപ്പി പോലും ഇല്ല അല്ലേ? കേൾക്കാൻ വന്നവർക്കൊക്കെ ചായ മാത്രമേ ഉള്ള, കടിയുണ്ടോ? ചായം കടിയൊക്കെ ഇല്ലേ? അൽഹംദുലില്ലാ, തിന്ന്. അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ എല്ലാവർക്കും അല്ലാഹു ആദ്യമായിട്ട് തരുന്ന ഭക്ഷണം നമ്മൾ ആരും കഴിച്ചിട്ടില്ല. നമ്മൾ ആരും കഴിക്കാത്ത ഒരു ഭക്ഷണമാണ് അല്ലാഹു സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ തരുന്നത്. അല്ലാഹു തിന്നാൻ യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ഭക്ഷണമാ? ഏത് ഭക്ഷണമാ അറിയില്ല? നല്ല മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മീനിന്റെ കരളാണ് നാളെ സ്വർഗത്തിൽ വെച്ച് തിന്നാൻ അള്ളാഹ് ആദ്യം തരുന്നത്. എന്നിട്ട് വാങ്ങിയിട്ട് തിന്നണം. അള്ളാഹു യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 അദബ് പാലിക്കണം. അല്ലാതെ ചുമ്മാതെ ചാടിക്കേറി ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു നിയമമുണ്ട്. ഒന്നാമത്തെ നിയമം, നീ ബിസ്മി പറഞ്ഞിട്ടേ ബന്ധപ്പെടാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി അതൊരു വല്ലാത്ത പ്രാധാന്യമാണ്. ബിസ്മി പറയാതെ ബന്ധപ്പെടാൻ കഴിയില്ല, പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറയാതെ കഴിച്ച ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്നതിന്. ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ച ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന പ്ലേറ്റ് വാരി തിന്നും. ഇതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും നിന്റെ കൂടെ കൂടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. 2 ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ റസൂലുള്ള ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ ഒരു ദുആ തന്നെയുണ്ട്. അത് പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല. 3 ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോ നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, ഞാൻ കിട്ടിയ പെണ്ണുമ്പിള്ളയുടെ ഔറത്ത് എനിക്ക് കണ്ടുകൂടെ? അതാ ചിന്തിക്കണത്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പോലും അവരുടെ ഔറത്ത് കഴിവിന്റെ പരമാവധി കാണാതിരിക്കാൻ പരിശ്രമിക്കുക. കണ്ണുകളില്ലാത്ത അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ഭാര്യയും അവിടെ 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഒരു മനുഷ്യന്റെ നീയത്തിന് പ്രാധാന്യം ഉണ്ടെന്ന. ഇപ്പൊ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ പറയും ഇപ്പോഴെങ്കിലും മക്കള് വേണ്ട എന്ന മനസ്സോടാ ബന്ധപ്പെടുന്നത്. പെണ്ണ് പറയണത് എനിക്ക് ഇപ്പോഴെങ്കിലും വേണ്ട, ഇനിയിപ്പോ എങ്ങനെ ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിനകത്ത് കിട്ടി. ഭർത്താവ് പറയും എന്തായാലും കിട്ടിയില്ല, ഇനി കൊല്ലണ്ട. ഇങ്ങനെ കിട്ടുന്ന മക്കൾ അല്ലേ? ഭാര്യ ബന്ധപ്പെടുമ്പോഴേ എനിക്ക് ഇപ്പോഴേ മക്കള് വേണ്ടാന്ന് പറഞ്ഞിട്ടാ ബന്ധപ്പെടുന്നത്. ഇനി അബദ്ധത്തിൽ എങ്ങാനും കിട്ടിപ്പോയാൽ ഭർത്താവ് പറയും ഇനിയിപ്പോ കൊല്ലാൻ പറ്റുമോ? സഹിക്ക്. ഗർഭം വയറ്റി ചുമന്നുകൊണ്ട് നടക്കുമ്പോഴും മനസ്സില്ലാ മനസ്സോടെ കൊണ്ടടക്കണേ. പിന്നെ എങ്ങനെ നന്നാവും മക്കളെ? എന്റെ മക്കൾ അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പം ഭാര്യയുടെയും ഭർത്താവും വിവാഹമെല്ലാം കഴിഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ കാണുമ്പോ 1 മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞു. പിന്നെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഇങ്ങോട്ട് നോക്ക്. എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വിശേഷമായില്ലേ? ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. അവർക്ക് പിന്നെ ചില ആൾക്കാർ ഇത് ചോദിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. വിവാഹം കഴിഞ്ഞാ പിന്നെ ചോദിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും വിവാഹം കഴിഞ്ഞു. ചെറുപ്പക്കാരൻ ചിരിക്കുന്ന മുഖത്തോടെ റബ്ബേ കടയിലേക്ക് വെളിയിലേക്ക് പോയതാണ്. മാറ്റുപുഴയിലോ ചെറുവട്ടൂരോ പെരുമ്പാവൂരോ എവിടെയോ തനിക്ക് അധ്വാനിക്കാൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി. പെട്ടെന്ന് ഫോണിൽ ഒരു കോള് വരികയാ. ഭാര്യ വിളിച്ചിട്ട് പറയുന്നു, ഇക്കാ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട്. ഭർത്താവ് ചോദിച്ചു, എന്ത് പെണ്ണ്? ഒന്നും പറയുന്നില്ല, നിങ്ങളെ എനിക്ക് കാണണം, പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. അല്ലാഹുവേ, ബൈക്കെടുത്തിട്ട് ഓടുകയാണ്. ബൈക്കെടുത്തിട്ട് പെട്ടെന്ന് ചെറുവട്ടൂരിൽ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് വീട്ടിലെന്തോ അത്യാഗതം സംഭവിച്ചതുപോലെ പെട്ടെന്ന് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുന്നുണ്ട്. ഭർത്താവ് ചോദിച്ചു, എന്തിനാ വിളിച്ചത്? എന്തിനാ പെണ്ണെ വിളിച്ചത്? അവള് ചിരിക്കുന്നുണ്ട്. നാണം കുടുങ്ങി
നിൽക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. അവസാനം പുതുമണവാട്ടി പറയും ഉമ്മയോട് ചോദിക്കാറ്. ചെറുപ്പക്കാരൻ അടുക്കളയിൽ ചെന്നിട്ട് ഉമ്മ എന്റെ ഉമ്മ ഫോൺ വിളിച്ചത്? ആ സമയത്ത് ഉമ്മ പറയുന്നു മോനെ അവൾക്ക് വിശേഷമുണ്ടടാ, നിന്റെ ഭാര്യ ഗർഭിണിയാ. ഈ ഒരു മറുപടി നമ്മൾ എത്രയോ പേര് കേട്ടവരാ, ഈ ഒരു മറുപടി നമ്മൾ എത്ര പേരോ കേട്ടവരാ. അള്ളാന്റെ റസൂല് പറയുന്നു ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ എന്ത് ചെയ്യണമെന്നറിയുവോ? എന്ത് ചെയ്യണമെന്നറിയുവോ? ഭർത്താവിനോട് ഭാര്യ പറയുന്നു ഞാൻ ഗർഭിണിയാണെന്ന്. ആ സമയത്ത് എന്തേ ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞ ഓൻ ആദ്യം ചെയ്യുന്നത് ഇതിങ്ങോട്ട് എടുക്കും, മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് അളിയ വൈകിട്ട് കാണണം, ചെലവുണ്ട്, ലോട്ടറി അടിച്ചു. അവസ്ഥ മൊബൈൽ എടുത്തിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും താന്റെ ഭാര്യ ഗർഭിണിയായി, ഞാൻ വാപ്പയാകാൻ പോകുന്ന വിശേഷം, സന്തോഷം. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹദിയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ റബ്ബിനോട് ദുആ ചെയ്തു നല്ല ഒരു സന്താനത്തിനെ കിട്ടാ. അവസാനം ഗർഭിണിയായി. അതാ ഗർഭിണിയായെന്ന് മനസ്സിലാകുമ്പോ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ വയറ്റിൽ കൈവച്ചിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക ഫീ ബത്നി മുഹററാ. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ഹന്നത്ത് ബീവി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഞാൻ പള്ളിക്ക് നേർച്ച ചെയ്തിരിക്കുന്നു റബ്ബേ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാ. അല്ലാഹു പറഞ്ഞു മറിയമിനെ കണ്ടുപഠിക്കണം. എന്റെ പ്രിയപ്പെട്ട ലോകത്തുള്ള സർവ്വ മുസ്ലിമീ പെണ്ണുങ്ങളോട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ നീ റോൾ മോഡാക്കണം. സീരിയൽ നടിമാരെയല്ല, സിനിമാ നായികമാരെയല്ല, നീ ജീവിതത്തിൽ കണ്ടുപഠിക്കേണ്ടത് രണ്ട് പെണ്ണുങ്ങളെയാ. രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ നീ കണ്ടുപഠിക്കണം. രണ്ട് പെണ്ണുങ്ങളെ പോലെ നീ ആകാൻ പാടില്ല. ഒന്നാമത്തെ പെണ്ണ് മഹദി ആസിയ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി നിൽക്കുന്ന സമയത്ത് ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണേ അല്ലാ എന്ന് ചോദിച്ചിട്ട് പോയ ആസിയ, നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിക്കുന്ന ആസിയ. രണ്ട് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഈസാ നബിയുടെ പറ്റുമ്മ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ ദുആ ചെയ്തിട്ട് വാങ്ങിയ മോളാ മോള്. അല്ലാഹുവേ, ഉമ്മ ദുആ ചെയ്തിട്ട് നേടിയെടുത്ത പൊന്നുമോളാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ നീ പറയേണ്ടതെന്തെന്നറിയുമോ? വലമ്മാ അസ്കർത ദഅവല്ലാഹ റബ്ബഹുമാ ലഇൻ അതൈതനാ സ്വാലിഹാ വനകൂന മിനസ്സാകിരീൻ. ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട്, ഭർത്താവ് ഗൾഫിലാണെങ്കിൽ പെണ്ണ് നീ നിന്റെ വയറ്റിൽ കൈവച്ചിട്ട് അല്ലാഹുവോട് പറയണമല്ലാ, ഇതിനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാക്കി തരണേ അല്ലാ, ഇതിനെ സാലിഹാക്കണേ അല്ലാ, ഇതിനെ സാലിഹാക്കണേ അല്ലാ, ഇതിനെ ഹാഫിളാക്കണേ അല്ലാ, ഇതിനെ ആലിമാക്കണേ അല്ലാ, ഇതിനെ ആബിദാക്കണേ അല്ലാ. എന്നിട്ട് പറയണം വനകൂന മിനസ്സാകിരീൻ, ഇതിനെ സാലിഹാക്കി തന്ന ഞാൻ നിന്നോട് നന്ദിയുള്ള അടിമയാകുമല്ലോ. അതുകൊണ്ട് ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് കാര്യമായി. നാലാമത്തെ കാര്യം, എന്തായാലും ഗർഭിണിയായില്ലേ, ഒരല്പം കൂടെ നിർത്തിയിട്ട് പ്രസവം വരെ പറഞ്ഞിട്ട് നിർത്താം. ബാക്കി ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും പറയാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ കാര്യം ഇതുകൂടെ പറഞ്ഞു നിർത്താം. പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ പറഞ്ഞു ഭാര്യ ഗർഭിണിയ, പിന്നെ ഡോക്ടർ പറയും റെസ്റ്റ് എടുക്കണം. പിന്നെ ഭർത്താവ് താഴെയും വെക്കൂല തലയിലും വെക്കൂല, അങ്ങനത്തെ അവസ്ഥയാ. ഭാര്യയോട് പറയും ഇനി തിന്നാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി, ബാക്കി സമയം മുഴുവനും ഒരു കിടപ്പ് തന്നെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പോ മുതലെന്നറിയുമോ? നീ ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ. എന്റെ പ്രിയമുള്ള ബക്കറ്റ് എടുക്കാൻ പറയും. ഇത്രയും കൂടെ 5 മിനിറ്റും കൂടെ ഇവരൊക്കെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് വെക്കും. ബക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് പോകും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു പള്ളിക്ക് അള്ളാന്റെ ഭവനത്തിനുള്ളത് അള്ളാഹു തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ്. ഒരു ഉമ്മയുടെ സ്വഭാവം കുഞ്ഞിനുണ്ടാകും. ഒരു ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൊബൈലിലും വാട്സപ്പിലുമാണ് കളിച്ചിട്ടുള്ളതെങ്കിൽ, 1 വയസ്സായി വാപ്പ പൊക്കി തോളി വെക്കുമ്പോ പോക്കറ്റിൽ നിന്ന് പൊക്കിയിരിക്കും മൊബൈൽ. നിന്റെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ മക്കൾ നീ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നീ ഗർഭിണിയാണെന്ന് അറിയുന്ന അതേ സമയം നിന്റെ കുഞ്ഞിനെ കാണാനും കേൾക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ അറിയുന്നത് വയറ്റിൽ കിടക്കണ കുഞ്ഞൊന്നും കാണുന്നില്ല. ആരാ പറഞ്ഞ കാണുന്നില്ല? ഒന്നും അറിയുന്നില്ല എന്നാരാ പറഞ്ഞ? ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഞാനൊരു സംശയം ചോദിക്കാം. ഈ കുഞ്ഞുങ്ങളെ, കരയുന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ താരാട്ട് പാടും, ഇങ്ങനെ ആട്ടാറുണ്ട്. ആട്ടാന്നല്ല പറയാ. ഇങ്ങനെ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ആക്കണ സമയത്ത് കുഞ്ഞ് കരച്ചിൽ നിർത്തും, ഉറങ്ങും. ഇങ്ങനെ ആട്ടിയാൽ കുഞ്ഞ് ഉറങ്ങുമെന്നുള്ള ഇൽമ എവിടെ നിന്നാ പഠിച്ചത്? നിങ്ങൾ മനസ്സിലാക്കി. എല്ലാവരും കുഞ്ഞിനെ എടുത്ത് കയ്യിൽ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ കുഞ്ഞിനെ ഇങ്ങനെ ആട്ടാൻ? ഇല്ല. കയ്യിലെടുത്ത് വെച്ച് ആട്ടിയാലുടനെ കുഞ്ഞ് കരച്ചിൽ നിർത്തും, ഉറങ്ങാറുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയ ഇൽമ? എന്റെ പെങ്ങളെ, നീ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറയും വെള്ളം കുറവാ, ഇത്തിരി കൂടെ കുടിച്ചോളാം അല്ലേ? എന്റെ പെങ്ങളെ, നിന്റെ വയറ്റിനകത്ത് നിന്റെ കുഞ്ഞ് നിന്റെ ഗർഭപാത്രത്തിൽ വെള്ളത്തിനകത്ത് കിടന്ന് ആടി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും മറിഞ്ഞു കിടക്കുമ്പോഴും തിരിഞ്ഞു കിടക്കുമ്പോഴും ഈ കുഞ്ഞു വയറ്റിന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ ആടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ നീ ഇങ്ങനെ ആട്ടുന്ന സമയത്ത് നിന്റെ കുഞ്ഞുറങ്ങുന്നത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനാ പറഞ്ഞത്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. അല്ലാഹു കാണാനും കേൾക്കാനുമുള്ള കഴിവ് നിന്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ സംസാരിക്കുമ്പോ, നീ ഭർത്താവിനോട് സംസാരിക്കുമ്പോ നീ ശ്രദ്ധിക്കണം, ഒരാളുകൂടെ വയറ്റിന്റെ ഉള്ളിലുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല അൻഹു 6ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും 6ാമത്തെ വയസ്സിൽ കാണാതെ പഠിച്ചു. ആ ഖുർആനിന്റെ അർത്ഥവും പഠിച്ചു. 6 വയസ്സേ ആയുള്ളൂ. ഇങ്ങനെ പഠിച്ചു മോളെ, നീ ഗർഭിണിയായിരുന്ന സമയത്ത് എത്ര ഖത്തമോദിയിട്ടുണ്ട്? അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് കൈകൊണ്ടെങ്കിലും തൊട്ടു നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവേ, സാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ എത്രയോ ഖത്തമോദി. തന്റെ കുഞ്ഞിന് ഓവില്ലാതെ ഒരിക്കൽ പോലും പാല് കൊടുത്തിട്ടില്ല. തന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മകനാട് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, അല്ലാഹുവേ, ഇന്ന് റൂമിനകത്തിരുന്ന് അടുക്കളയിൽ പോകണ്ട, ഒരു ജോലിയുമില്ലാതെ വരുമ്പോ മൊബൈലെടുത്തിട്ട് കുത്തുന്ന പെണ്ണ്, കൂട്ടുകാരോട് ചാറ്റ് ചെയ്യുന്ന പെണ്ണ്, പഴയ കാമുകന്മാരെ തെരഞ്ഞു നടക്കുന്ന പെണ്ണ്, 18 വയസ്സു പ്രായമായ നിന്റെ മോളും പോകും പെങ്ങളെ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അള്ളാനെ പേടിച്ച് ജീവിക്കുമോള്. നീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? നിന്റെ മോളും നിസ്കരിക്കും. നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? നിന്റെ മോളും ഖുർആൻ ഓതും. നീ അള്ളാനെ പേടിച്ച് ജീവിച്ചിട്ടുണ്ടോ? നിന്റെ കുഞ്ഞും അള്ളാനെ പേടിച്ച് ജീവിക്കും. പക്ഷേ ആ സമയത്ത് നീ പടച്ച റബ്ബിനെ മറന്നിട്ടുണ്ടോ? നീ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ് നിന്റെ ജീവിതം തെളിഞ്ഞിരിക്കുകയെങ്കിൽ, നീ ടിവിയുടെ മുന്നിലിരുന്നാണ് സമയം കളഞ്ഞതെങ്കിൽ, നിന്റെ മക്കളും ടിവിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ, നിന്റെ മക്കളും തലതിരിഞ്ഞു പോകുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല, പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല, വിളിച്ചു കൂപിയിട്ട് കാര്യമില്ല. നന്നാക്കാൻ തുടങ്ങേണ്ടത് അവിടെ നിന്നാ പൊന്നുമോള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുണ്ടല്ലോ, അവരെല്ലാം പഠിക്കുന്നുണ്ട്. പഠിച്ചവനെ ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ, 18 വയസ്സ് 19 വയസ്സ് ഇന്നലെയും ഒരു ചെറുപ്പക്കാർ, ഉസ്താദേ എന്റെ പെങ്ങള് 10ാം ക്ലാസ്സിലാ പഠിക്കുന്നത്, ഉസ്താദേ നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല. ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ തിയേറ്ററിൽ നിന്ന് നാട്ടുകാരെ പിടിച്ചിരിക്കുകയാ. ഉസ്താദേ എന്റെ വാപ്പയുടെ ഒരു സൈഡ് മുഴുവനും തളർന്നു പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുമ്പോ അവള് പറയുന്ന, എനിക്ക് അവനെ തന്നെ മതി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് പറഞ്ഞ് എനിക്ക് അവളെ തന്നെ മതി. അവള് പറയുന്ന, എനിക്ക് അവനെ തന്നെ മതി. പൊട്ടിക്കരയുന്ന മാതാപിതാക്കൾ, അല്ലാഹുവേ, തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ് പോകുന്നത് നമ്മൾ കണ്ടതല്ലേ? തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ്, പടച്ചവനെ മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ, ഒരു വാപ്പ കടന്ന് യാചിക്കുന്നത് ഞാനും നിങ്ങളും കേട്ടതാ. എന്നിട്ടും അവൾ ഇറങ്ങിപ്പോയല്ലോ. അവളുടെ അവസാനം എങ്ങനെയാ ിരിക്കുമെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ ലോകത്താദ്യമായിട്ട് വിളിച്ചതാരാ? മോളെ റാഹില പോകല്ലേ എന്ന് ഒരു വാപ്പ തന്റെ പൊന്നാറ് 18 കൊല്ലം പോറ്റി വളർത്തിയ പൊന്നുമോള് യാചിക്കുന്നത്, മകളോട് യാചിക്കുന്നത് കണ്ടവര് ലോകത്താദ്യമായിട്ട് എങ്ങനെ വിളിച്ചതാരെന്നറിയോ? മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. മക്കളെ നല്ല നിലയിൽ വളർത്തിയിട്ട് മക്കളെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ കരയല്ലേ വാപ്പാ, എന്തിനാ നീ കരയുന്നത്? പോറ്റി വളർത്തിയ മക്കള് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് കാമുകന്റെ കൂടെ കയ്യിൽ പിടിച്ചിറങ്ങി പോകുമ്പോ കരയല്ലേ ഉപ്പാ, കരയല്ലേ ഉമ്മ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിനക്കൊരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്, ഒരു വാപ്പയുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഏത് വാപ്പയും അറിയുമോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ചവന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയിട്ട് തന്റെ ഭാര്യയും മകനും പോലും അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല. അവസാനം 73 പേരാണാകെ വിശ്വസിച്ചത്. അല്ലാഹുവേ, അവിടുന്ന് ദുആ ചെയ്തു, അല്ലാ ഇവന്മാരെ ഒരെണ്ണത്തിനെ പോലും നീ ബാക്കി വെക്കല്ലേ പടച്ചവര്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, നൂഹേ, നിന്നെ കൊണ്ട് വിശ്വസിച്ചവരെയും കൊണ്ട് കപ്പലിൽ കയറ്റിക്കെട്ട് നീ ഇറങ്ങിക്കോ. തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായി. നൂഹ് നബി തന്റെ പൊന്നാര് തന്റെ കൂടെ വന്നവരെ മുഴുവനും അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവരെ മുഴുവനും കപ്പലിൽ കയറ്റിക്കെട്ട് യാത്ര ഇങ്ങനെ തുടങ്ങുമ്പോ തന്റെ പൊന്നാര മകനുണ്ടല്ലോ വെള്ളത്തിൽ കിടന്നു മുങ്ങുകയാ, മരണത്തോട് മല്ലടിക്കുകയാണ്. ആ സമയത്ത് ആ വാപ്പ വിളിച്ച വിളിയാട്, യാ പുനയ്യാ ഇർകബ് മഅനാ. ആ വാപ്പയാ ആദ്യമായിട്ട് വിളിച്ചത്, യാ പുനയ്യാ, ഏ പൊന്നുമോനെ, പൊന്നുമോനെ, ഇർകബ് മഅനാ, ഒന്ന് കേറടാ, വാപ്പയുടെ കൂടെ കേറടാ, ഇല്ലെങ്കിൽ ചത്തുപോകുമടാ, ഇല്ലെങ്കിൽ നീ ചത്തുപോകുമടാ, നശിച്ചു പോകുമടാ. വാപ്പ തന്റെ പൊന്നാര മകനെ സ്നേഹത്തോടെ വിളിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വാപ്പാ, ആ കാണുന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് വാപ്പയോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഒറ്റ സെക്കൻഡ് കൊണ്ടെല്ലാം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വെള്ളത്തിൽ ചത്തു മലർന്നു കിടക്കുന്നത് കണ്ടപ്പോ, അല്ലാഹുവേ,
എത്ര ദ്രോഹം ചെയ്തവനാണെങ്കിലും മകനാണല്ലോ. നൂഹ് നബിയുടെ കണ്ണ് നിറഞ്ഞു, നൂഹ് നബിയുടെ കണ്ണ് നിറഞ്ഞു. അല്ലാഹുവേ, റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരോട്, മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയിട്ട് നിന്റെ മക്കളെ തലതിരിഞ്ഞു പോയാ അവര് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി വന്നാ, കള്ള കുടിച്ച് വീട്ടിലേക്ക് കയറി വന്നു, നിന്നെ തല്ലുന്ന മക്കള് നിന്നെ വീട്ടിലുണ്ടോ? പ്രായമായവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന മക്കളുണ്ടോ? നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ടോ? നിന്നെ പട്ടിണിക്കിടുന്ന മക്കളുണ്ടോ? കുത്തുവാക്കും പരിഹാസവും പറയുന്ന മക്കളുണ്ടോ? എന്നെ നശിപ്പിച്ചത് ഉമ്മ നിങ്ങളോടൊന്ന് മുഖത്ത് നോക്കിയിട്ട് വാപ്പയോടും ഉമ്മയോടും പറയുന്ന മക്കളുണ്ടോ? കരയല്ലേ ഉമ്മ, കരയല്ലേ ഉപ്പ. അല്ലാഹുവേ, നൂഹ് നബിയോട് ജിബ്രീൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വലൈസ മിൻ അഹ്ലി, നബിയേ, ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നവനല്ല, ഇവള് നിന്റെ കുടുംബത്തിൽ പെട്ടതല്ല. ജനിച്ചെന്നേ വെള്ളമ്മ, ജനിച്ചെന്നേ വെള്ളമ്മ. കരയല്ലേ, കരയല്ലേ, ഇവള് നിന്റെ കുടുംബത്തിൽ പിറന്നതല്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നല്ല പോലെ വളർത്തട്. അതാ പ്രസവം കഴിഞ്ഞു, ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, സൂറത്ത് തഖല്ലാഹുവേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇഖ്ലാസ് ഓതി, യദാ ഇന്നാ അൻസൽനാഹു, അത് കഴിഞ്ഞ് റബ്ബേ സൂറത്തുൽ ആലി ഇംറാന്റെ 32-ാമത്തെ ആയത്ത് ഓതി. അവിടുന്ന് തുടങ്ങുകയാണ്, അവിടുന്ന് തുടങ്ങുകയാ. നമ്മുടെ മക്കളെല്ലാം പഠിക്കുന്നുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നീ വിചാരിക്കല്ലേ. നമ്മുടെ മക്കൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഒരു ചരിത്രം പറഞ്ഞു തരാ, നമ്മുടെ മക്കൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. കൊച്ചിലെ ശീലം ചുടല വരെയാണെന്ന് ചുമ്മാ അതല്ല പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാ. വീടിനകത്ത് വല്ലാത്ത സന്തോഷമോ, ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാണ്. ഭാര്യയും ഭർത്താവ് സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ. എന്തേ കാരണമെന്നറിയുവോ? അന്ന് അവരുടെ വീട്ടിലൊരാള് വിരുന്നിന് വരികയാ. ഒരാള് വീട്ടിലേക്ക് വിരുന്നിന് വരുന്നുണ്ട്. ആരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരുന്നിന് വരികയാ. റബ്ബേ, വല്ലാത്ത സന്തോഷം. അതാ ജാബിർ തങ്ങൾ പോയ ആടിനെ പിടിച്ചറുക്കുകയാണ്. ആടിനെ പിടിച്ചറുത്തു. പടച്ചവനെ, പെട്ടെന്ന് ഇറച്ചിക്കറി തയ്യാറാക്കുകയാ. ഭാര്യ വീടിനകത്തിരുന്ന് ചപ്പാത്തി റെഡിയാക്കുകയാ. 2 ആമക്കള് വീടിന്റെ വെളിയിൽ കിടന്ന് കളിക്കുകയാണ്. റബ്ബേ, ഭാര്യയും ഭർത്താവും അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോ വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ. ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു, മോനെ, വാപ്പാടിനെ അറുത്തത് എങ്ങനാണെന്ന് എന്റെ പൊന്നുമോൻ കണ്ടോ? അനുജൻ പറഞ്ഞു, ഇല്ല ഇക്കാ, ഞാൻ കണ്ടില്ല. മോനെ, വാപ്പാടിനെ അറുത്തത് എങ്ങനെയാണെന്ന് നിനക്ക് കാണണോ? കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ, പടച്ചുറപ്പേ, വാപ്പാടിനെ അറുത്തിട്ട് വെച്ച കത്തി എടുത്തുകൊണ്ട് വരികയാ. ഒരു കയറും എടുത്തുകൊണ്ട് വന്നു. അനുജന്റെ കൈകാലുകൾ കെട്ടി. വാപ്പാടിന്റെ കാല് കെട്ടിയതുപോലെ അനുജന്റെ കയ്യും കാലും കെട്ടി പിടിച്ചു ചരിച്ചു കിടത്തി. വാപ്പാടിന്റെ കഴുത്തിൽ കത്തി വെച്ചതുപോലെ. സുബ്ഹാനല്ലാഹ്, പൊന്നാര അനുജന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ടറുക്കാൻ തുടങ്ങി. ആ പിഞ്ചുമോണ്ട് അല്ലാഹുവേ, കഴുത്തങ്ങ് മുറിഞ്ഞിട്ട് രക്തമിങ്ങനെ ചാടുകയാ. കൈകാലുകളിട്ടടിക്കുകയാ. മരണവേദനയിൽ കിടന്ന് പിടയുകയാ. തന്റെ പൊന്നാര അനുജന മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ച കാണുമ്പോ കയ്യിലിരിക്കുന്ന കത്തികെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ആ പിഞ്ചുമോനോടുകയാണ്. റബ്ബേ, കടുത്തട്ട പുന്നുമോര് അവിടെ കിടന്ന് മരണപ്പെടുകയാ. രണ്ടാമത്തെ മൂത്തവനോട് ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാണ്. ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാ.
കാല് തെറ്റിയിട്ട് താഴെ വീടൂ, കാല് തെറ്റിയിട്ട് താഴെ വീടൂ. അല്ലാഹുവേ, തല വന്ന് കല്ലിലടിച്ചിട്ട് അവന്റെ തല പൊട്ടിയിട്ട് രക്തം കുളിച്ചിട്ട് രക്തം തലയിൽ നിന്നൊലിച്ചിട്ട് അവനും അവിടെ കിടന്ന് മരണപ്പെടുകയാ. ഭാര്യയും ഭർത്താവ് റസൂലുള്ളാഹിന് കൊടുക്കാ വീടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് പൊന്നാര മക്കള് വീടിന്റെ വെളിയിൽ കുളിച്ച് കിടക്കുകയാ. അവസാനം നെയ്തീർന്നു. വാങ്ങുന്നതിന് വേണ്ടി ഭാര്യ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരുമ്മ കാണാൻ പറ്റാത്ത കാഴ്ചയാണല്ലോ. നൊന്ത് പ്രസവിച്ച പൊന്നുമോന്റെ തല അറ്റ് കിടക്കുകയാ. അല്ലാഹുവേ, പൊന്നുമോന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. ആ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എന്ത് പറയണമെന്നറിയുന്നില്ല. തന്റെ പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാ. കുറെ സമയം കഴിഞ്ഞു. അവിടുന്ന് ചിന്തിച്ചു, അല്ലാ, എന്റെ ഭർത്താവിനോട് പറയാ പാടില്ലല്ലോ. റസൂലുള്ള വരികയാണല്ലോ, റസൂലുള്ളാഹിന് ഭക്ഷണം തയ്യാറാക്കുകയാണല്ലോ. ഞാൻ എന്തിനാ കരയുന്നത്? അല്ലാഹു തന്നത് അല്ലാഹു തന്നെ തിരിച്ചെടുത്തല്ലോ. ഇത് റബ്ബ് തരുന്ന പരീക്ഷണമാണല്ലോ, ഇത് റബ്ബ് തരുന്ന പരീക്ഷണമാണല്ലോ. അല്ലാഹുവേ, തന്റെ പൊന്നുമകന്റെ മയ്യത്തെടുത്ത് മാറ്റിക്കിടത്തി തുണിയെടുത്ത് പുതച്ചിട്ടു മുന്നോട്ട് നടക്കുമ്പോ രണ്ടാമത്തെ മകനും കിടക്കുകയാ. തന്റെ പൊന്നാര മകന് അവനെയും എടുത്തുകൊണ്ടുവന്ന് കൂടെ കിടത്തിയിട്ട് കണ്ണുനീര് തുടച്ചിട്ട് അടുക്കളയിൽ ഭർത്താവിന്റെ കൂടെ പോയിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ചപ്പാത്തി റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ, അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുമ്പോ മുഖറൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റയ്ക്ക് കഴിക്കല്ലേ, ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റയ്ക്ക് കഴിക്കല്ലേ. അവിടെ രണ്ടാമക്കളുണ്ട് നബിയേ, അവരെ കൂടെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണേ നബിയേ. വീടിനകത്തേക്ക് കടന്നു വന്നു. ജാബിറുതങ്ങളെ എല്ലാവരെയും സ്വീകരിച്ചു, ഭക്ഷണം എടുത്തു വെച്ചു. കഴിക്കാ സമയമായപ്പോ റസൂൽ വിളിക്കുന്നു, ജാബിറേ, ആ മക്കളുണ്ടല്ലോ, വിളിക്ക് ജാബിറേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തീരേണ്ട താമസം ജാബിറുതങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, മക്കളെ റസൂലുള്ള വിളിക്കുന്നു, വിളിച്ചു കൊണ്ടുവാ. ആ പെണ്ണ് പറഞ്ഞു, ഇല്ല, ഭക്ഷണം കഴിക്കാൻ പറ. രണ്ടാമതും വിളിച്ചു, മൂന്നാമതും വിളിച്ചു. അവസാനം ഭാര്യ മറുപടി പറഞ്ഞപ്പോ ജാബിറുതങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. പടച്ചുറപ്പ്, ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് പുതച്ചിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റേണ്ട താമസമുണ്ടല്ലോ. ജാബിറുതങ്ങളുടെ ഹൃദയം പൊട്ടുകയാ. രണ്ട് മക്കള് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയോ. തന്റെ പൊന്നാര മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്നിട്ട് കരയുകയാണ്. അല്ലാഹുവേ, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അതിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ അല്ലാഹുവേ, ദീനുള്ള ഈമാനുള്ള ആ പെണ്ണ് ഭർത്താവിന്റെ തലയിൽ കൈവച്ചിട്ട് ചോദിക്കുന്നു, ജാബിറേ, കരയുകയാണോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നൊന്തുപറ്റ മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ ആ ദീനുള്ള പെണ്ണ് ചോദിച്ച മറുപടി എന്തെന്നറിയുവോ? കരയുകയാണോ ജാബിറേ? അല്ലാഹു തന്ന ഒരു പരീക്ഷണമാണല്ലോ, അല്ലാഹു തന്ന ഒരു പരീക്ഷണമാണല്ലോ. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരാ, ജാബിർ തങ്ങളോട് ഭാര്യ പറയുകയാ, എന്തിനാ കരയുന്നത്? നമ്മുടെ വീടിനകത്തിരിക്കുന്നതാരെന്നറിയുവോ? നമ്മുടെ മക്കളെക്കാല്, മാതാപിതാക്കളെക്കാല്, സമ്പത്തിനെക്കാല്, ശരീരത്തിനെക്കാല് ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ട റസൂലുള്ള ഭക്ഷണം കഴിക്കാനിരിക്കുകയോ? ആ സമയത്ത് മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണോ ജാബിറേ? അല്ലാഹുവേ,
തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുത്ത ഭാര്യ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ചരിത്രം പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? നമ്മുടെ പിഞ്ചുമക്കള് അവർ ചെറുപ്രായത്തിലെല്ലാം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം സൂക്ഷിക്കണേ. അല്ലാഹുവേ, പടച്ചറപ്പിന്റെ വല്ലാത്ത പരീക്ഷണമാ. ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന അവസ്ഥ. പടച്ചവരെ, 2 ദിവസം മുമ്പ് കൊല്ലം ജില്ലയിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. എന്തിന് പടച്ചറപ്പ്? എന്റെ കൂടെ പഠിച്ച പത്തനാപുരത്തുള്ള റിയാസ് എന്ന് പറയുന്ന 33 വയസ്സുള്ള ചെറുപ്പക്കാർ. അല്ലാഹുവേ, പൊന്നുമോനങ്ങ് പോയല്ലോ. റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ പെട്ടെന്നങ്ങ് മരണപ്പെട്ടു. അവന്റെ ഉമ്മാടെ മുന്നിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അവൻ മരിച്ചെന്ന് വാർത്ത കേട്ടിട്ട് അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് സാധേ പോയടാ, ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങളുടെ പൊന്നുമോ പോയടാ. ആർക്കാ സഹിക്കാൻ കഴിയാ? ആർക്കാ സഹിക്കാൻ കഴിയാ? പിഞ്ചു കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മരണം പെടുന്ന കാഴ്ചകൾ കാണുന്നവരാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലോ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. പടച്ചവരെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലോ. ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കളിച്ച ചിരിച്ച മക്കള് 6 അടി മണ്ണിനകത്തിറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരിയട്ടവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് 2 ഗതികേട് ഞങ്ങൾക്കാർക്കും തരലേ റബ്ബേ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ. അള്ളാന്റെ പള്ളിയുടെ കടം തീർക്കാരോ, അള്ളാന്റെ പള്ളിയുടെ കടം തീർക്കാരോ. സംഘടന വളർത്താറല്ല, നാട്ടുകാരുടെ മുന്നിൽ നെളിഞ്ഞു നടക്കാറല്ല. 2 ദിവസത്തെ വഅദ് തീരുകയാ. ബക്കറ്റുമായിട്ട് സംഘാടകർ മുന്നിലേക്ക് വരുന്നു. പടച്ചുറപ്പിനോട് ഒന്നേ മാത്രം പറഞ്ഞാ മതി. അല്ലാഹുവേ, നിന്റെ തീരുമാനത്തിന് തട്ടിക്കളയാറ് ഈ സദക്കല്ലാതെ മറ്റൊന്നിനും കഴിയിലുറപ്പ്. എന്തെങ്കിലും ഒരു പരീക്ഷണം നീ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ തട്ടി മാറ്റണേ അല്ലാ എന്ന നിയ്യത്തോടെ ഒരു നല്ല സദക്ക, എന്ന നിയ്യത്തോടെ ഒരു നല്ല സദക്ക. അൽഹംദുലില്ലാഹ്, സംഘാടകർ വരുന്നു. എല്ലാവരും പോക്കറ്റ് കൈയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ കരുണയുള്ള ദയാലുവായ അല്ലാഹു ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാ. പിഴവുകളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ പടച്ചവനെ. നീ ഞങ്ങളോട് ദയ കാണിക്കണേ റഹ്മാനെ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എല്ലാ പാപങ്ങളും പുറത്തവരായി ഞങ്ങളെ നീ യാത്രയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്, ശിഫ നൽകണേ റഹ്മാനെ. അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ പടച്ചവനെ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മരണപ്പെട്ട മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ. അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, പടച്ചവനെ, എപ്പോ എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി മരിപ്പിക്കണേ തമ്പുരാനെ. നല്ല മരണം നൽകണേ അല്ലാ, നല്ല മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉസ്താദന്മാരെ അനുഗ്രഹിക്കണേ റബ്ബേ. ഇഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. ഇത്രയും നേരം ഈ സദസ്സിൽ
സദസ്സിലിരുന്ന വാപ്പമാർക്ക് നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല ജീവിതവും നല്ല ജോലിയും നല്ല ഇണയെയും കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഉമ്മ പെങ്ങന്മാരെ മറക്കല്ലേ അല്ലാ. ഓരോ ചുവട്ടടിക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. കണ്ണീര് കുടിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ പെമ്മക്കളെ നീ കാക്കണേ അല്ലാ. കുടുംബത്തിന്റെ അഭിമാനം കാക്കുന്നവരാക്കണേ അല്ലാ. സമുദായത്തെ നാണം കെടുത്തുന്നവരാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ പള്ളിക്ക് വേണ്ടി ഒരു സദക്ക ചോദിച്ചപ്പോ തന്ന ഒരാളെ പോലും നീ മറക്കല്ലേ പടച്ചവനെ. മരിക്കുന്ന സമയം അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. ക്യാമറയുടെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. പൊന്നുമോനെ ഹാഫിളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, സുൽഫി എന്ന കൂട്ടുകാരൻ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ചെറുവട്ടൂരുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇന്നവര് നല്ല ഒരു കാര്യത്തിന് വേണ്ടി അല്ലാഹുവേ നീയത്തെടുത്തിട്ടുണ്ട്. നീ അത് സബലീകരിച്ചു കൊടുക്കണേ അല്ലാ. നീ അത് സബലീകരിച്ചു കൊടുക്കണേ അല്ലാ. നീ അത് വിജയിപ്പിക്കണേ റഹ്മാനെ. എന്റെ പരിപാടിയുടെ സംഘാടകർ ഈ സദസ്സിലുണ്ട്. അവരുടെ ലക്ഷ്യങ്ങൾ നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, 50 കോടി സ്വലാത്ത് പറഞ്ഞു ദുആ ചെയ്യുന്ന സദസ്സിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ ആയുസ് നൽകണേ അല്ലാ. അത് നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, ലേലം വിളിക്കാൻ കൊടുത്തവർ, വിളിച്ചവർ എല്ലാവർക്കും നീ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. സുഖമില്ലാത്ത ഉപ്പയ്ക്ക് നീ സമാധാനവും അല്ലാഹുവേ ശിഫയും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സ്നേഹബന്ധം നീ എന്നും നിലനിർത്തി തരണേ അല്ലാ. സ്വർഗത്തിലെ കൂട്ടുകാരിൽ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, മരിക്കുവോളം ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ആരുടെ മുന്നിലും തലതാഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രയോജനമുള്ള മക്കളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ അങ്ങനെ ആക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ വഅദ് ലൈവായി കേൾക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികൾ. അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഈ സ്ഥലം കൊടുത്തവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ചായ കൊടുത്തവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പരിപാടിയുടെ വിജയത്തിന് ആരൊക്കെ പരിശ്രമിച്ചോ എല്ലാവർക്കും നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ലേ അല്ലാ. ഈ ഒരുമിച്ച് കൂട്ടൽ അവസാന ഒരുമിച്ച് കൂട്ടലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലത്തീഫ് എന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പ്, അല്ലാഹുവേ, ആ കുടുംബം മുഴുവൻ ഈ സദസ്സിലുണ്ട്. എന്നെ വല്ലാതെ സ്നേഹിക്കുന്നവരെ അവർക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന്റെ കണ്ണുനീര് നീ ഒപ്പണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, പേര് പറയുന്നില്ല, എല്ലാവരെയും നിനക്കറിയാം. ഞങ്ങളുടെയൊക്കെ സ്നേഹബന്ധം നീ സ്വർഗം വരെ എത്തിക്കണേ പടച്ചവനെ. ഈ ശബ്ദം നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാ, എന്റെ ഉപ്പ ഖബറിലാ നീ കരുണ കാണിക്കണേ അല്ലാ. എന്റെ ഉമ്മയോട് നീ എന്റെ ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ ഭാര്യയെ നീ സാലിഹത്താക്കി തരണേ റബ്ബേ. എന്റെ പൊന്നുമോനെ ഹാഫിളാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ വിധവയാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ. ഈ ദുആ സ്വീകരിക്കണേ നാഥ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞ് നാളെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ച ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ തമ്പുരാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.